വൃത്തിയും കൊണ്ട് പറ്റുമോ? ഇല്ലെന്നേ. നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റുന്ന പ്രവചനപരമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ യോഗ്യതയൊന്നുമല്ല. നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ലാത്തവർക്ക് നല്ല സംസാര ചാതുര്യം കൊടുത്ത് പ്രസംഗിക്കാൻ കഴിവുള്ളവർ നമ്മുടെ കൂടെ ഉണ്ട്. ചുമ്മാ വിളിച്ചു കഴിഞ്ഞാൽ എടാവേ വന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ തുള്ളിക്കൊണ്ട് പുറകെ വരുന്നവരെ ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന ആൾക്കാർ നമ്മുടെ കൂടെ എന്തോ കാര്യസം ഉണ്ടെന്നേ. അതായത് നമുക്ക് ഈ കാര്യസം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് എന്നാ, നമ്മളൊരു മിനിസ്ട്രി അങ്ങോട്ട് ഇടുക. നമുക്ക് കുറെ പരിപാടി അതാ പരാജയം. അതായത് നമ്മുടെ ശുശ്രൂഷയിൽ ഇതുപോലെ ഫലങ്ങൾ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാര്യസമൊക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദ്യം നമ്മുടെ പരിപാടിയാണ്, നമ്മളൊരു പരിപാടി അങ്ങ് തുടങ്ങും. പിന്നെ നമ്മളെ അയച്ചവൻ്റെ പരിപാടിയൊന്നും, ഈ വിളി തന്നവൻ്റെ പരിപാടി ഇല്ല. പിന്നെ നമുക്ക് തോന്നുന്ന ഒരു പരിപാടിയാ. നമ്മൾ 4 പേരെ കൂട്ടിയിട്ട് നമ്മളൊരു മിനിസ്ട്രി അങ്ങ് തുടങ്ങുന്നു. നമ്മൾ പറയും കാര്യസമൊക്കെ കിട്ടിയിട്ടില്ലേ, നമുക്ക് വരവൊക്കെ കിട്ടിയിട്ടില്ലേ, നമുക്കൊരു പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. സഭയമായിട്ട് മുറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങോട്ട് പോകും. ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അതായത് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കാൻ നമ്മുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ തരാൻ നമ്മുടെ കൂടെ ഒരാൾ, ഈശോ യോർദാൻ നദി വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് 40 ദിവസം പോയി മരുഭൂമിയിൽ ഉപവസിച്ചു. ഈ ഉപവാസം കഴിഞ്ഞ സമയത്ത് ഈശോയ്ക്ക് മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വചനം എടുക്കാമോ? മത്തായി സുവിശേഷം 4-ാം അധ്യായം 1 മുതലുള്ള വചനം. ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജോർദാനിൽ നിന്ന് പോയിട്ട് 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ചു. ആ സമയത്ത് ഈശോയ്ക്ക് വിശന്നു. അതുവരെ പുള്ളിക്കാരനെ ഇവൻ എപ്പോഴാണ് വരുന്നതെന്നറിയാവോ? അവസരം കിട്ടുമ്പോഴേ വരുള്ളൂ. നമ്മൾ നല്ല സൂപ്പറായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ അഭിഷേകത്തോടെ നിന്ന് നമ്മളിങ്ങനെ കൃപയെ നിൽക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരനെ കാണുകയല്ല. ഇവൻ എപ്പോഴേ വരൂ. നമ്മുടെ ബലഹീനത അറിയാം. നമ്മളെപ്പം ബലഹീനനായി പോന്നോ ആ സമയത്തെ വരൂ. ഈശോയ്ക്ക് വിശക്കുന്നിടം വരെ എവിടെ ഉണ്ടായിരുന്നു? അവൻ അപ്പുറം ഇരിപ്പുണ്ടായിരുന്നു, കസേരയിൽ AC ഒക്കെ ഇട്ട് അവിടെ അങ്ങ് ഇരിക്കുക. സിറ്റുവേഷൻ വരുന്നത് വരെ വിശന്നു. ആ സമയത്ത് വന്നിട്ട് എന്നാ പറഞ്ഞു? പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ. അവൻ ആദ്യം വന്നിട്ട് എന്നാ ചെയ്യുവേ? ദൈവത്തെ ആരാധിച്ചു. സ്തോത്രം, നീ ദൈവപുത്രനല്ലേ, സ്തോത്രം അല്ലേ? അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞത്, നീ ദൈവപുത്രനല്ലേ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ വന്നേ അല്ലേ? നീ ദൈവപുത്രനല്ലേ പറഞ്ഞു. ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. വിശന്നിരിക്കുന്ന സമയത്ത് ദൈവശക്തി കൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ അപ്പമാക്കിയാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലാത്ത കാര്യം പുള്ളിക്കാരൻ പറയുള്ളന്നേ. ഒരു കുഴപ്പം. നമ്മുടെ മിനിസ്ട്രി ഇങ്ങനെയാ. ചില സമയത്ത് വന്നിട്ട് അവൻ നമ്മളെ ഇങ്ങനെ അങ്ങോട്ട്, കർത്താവ് അനേകം ആത്മാക്കളെ നേടാൻ ഇതുപോലെ തോമാശ്ലീഹായെ ഭാരതത്തിലേക്ക് വിട്ടതുപോലെ അനേകം കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം ഇങ്ങനെ നമ്മളെ തെരഞ്ഞെടുത്ത് കാര്യസമെല്ലാം തന്ന് നമ്മളെ കൃപയിൽ അങ്ങനെ നിർത്തുന്ന സമയത്തുണ്ടല്ലോ, ചില ബലഹീനത, ചില കൂട്ടായ്മ എന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ, അല്ലെ സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചില ചിന്തകളുമായിട്ട് വരും. ഒരു ദോഷവുമില്ലാത്ത ചില നന്മകൾ ചെയ്യാൻ നമ്മളെ തിന്മ ചെയ്യാനൊന്നും അല്ലെന്നേ പ്രേരിപ്പിക്കുന്നേ, അല്ലേ? തിന്മ ചെയ്യാനാണോ പ്രേരിപ്പിക്കുന്നേ? അല്ല, നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. ഇവൻ ഇതുപോലെ നന്മ പറഞ്ഞുകൊണ്ടേ വരുള്ളൂ. ഏതൻ തോട്ടത്തിൽ വെച്ച് ഇങ്ങനെയാ പറഞ്ഞത്. അതായത് ആദ്യ മാതാപിതാക്കൾ ഇങ്ങനെ തോട്ടത്തിൽ കൂടെ ഉലാത്തിക്കൊണ്ട് സമയത്ത്, കർത്താവ് വരുന്ന സമയമല്ല, ആ കർത്താവ് കൂടെ ഇല്ലാത്ത സമയത്ത് തോട്ടത്തിൽ കൂടെ ഉലാത്തിക്കൊണ്ട് സമയത്ത് എന്നാ പറഞ്ഞുകൊണ്ടാ വന്നേ? നന്മ പറഞ്ഞുകൊണ്ടാ വന്നേ. ഈ പഴം കഴിച്ചാ ദൈവത്തെ പോലെയാകും. മാത്രമല്ല ഇത് നല്ല സൂപ്പറാണ്, നല്ലതാ, ഇതിന് രസമാണെന്നറിയാവോ, എന്തു മാധുര്യമാണെന്നറിയാവോ, നല്ല മാംസളമാണ് ഇത്, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടെന്നേ. പറഞ്ഞത് മുഴുവൻ എന്നാ പറഞ്ഞേ? നല്ല കാര്യങ്ങളാണ്. നന്മ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവരും നല്ലവരാണെന്ന്, ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് വരുന്ന എല്ലാവരും മിണ്ടുന്നില്ല. നല്ലവരാന്ന് വിചാരിക്കരുത്. കാരണം അതായത് ഈശോ പറഞ്ഞില്ലേ, നല്ല വൃക്ഷത്തിന് ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചോണം. അവർ ഉള്ളിൽ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാ. ഈ സാധനത്തിന്റെ ഉള്ളിൽ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിലൊന്നായ വിവേകം വേണം. നന്മ പറഞ്ഞുകൊണ്ട് വരുന്നവന്റെ ഉള്ളിൽ നന്മയാണോ എന്ന് തിരിച്ചറിയുന്ന ഒരു വിവേകത്തിന്റെ വരം നമ്മുടെ ഉള്ളിൽ വേണം. ഹല്ലേലൂയ.
പറഞ്ഞ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഇങ്ങനെ പിശാചും വന്നത് എന്നാ പറഞ്ഞ നന്മ പറഞ്ഞോണ്ടാ വന്നേ. അതായത് കാരിസം നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ, ദൈവശക്തി നമ്മുടെ ഉള്ളിൽ കിട്ടിയാൽ നമ്മളിലൂടെ അസാധാരണമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഈ ഒരു വഴിയായിട്ട് ആദ്യം നമ്മുടെ മുമ്പിൽ വരും. നമ്മളെ അങ്ങനെ പ്രേരിപ്പിക്കും കൊണ്ടുപോകാനായിട്ട്. അതായത് കാരിസം കിട്ടിയാൽ വഴി തെറ്റിക്കൊണ്ട് പോകാനായിട്ട് വരും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പിൽ അനുസരണ എവിടെ നട്ടോ അവിടെ വേദന ഉണ്ടാകുന്നേ, കുരിശുകളുണ്ടാകുന്നേ, സഹനങ്ങളുണ്ടാകുന്നേ, ഒറ്റപ്പെടുത്തലുണ്ടാകുന്നേ. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ രൂപപ്പെടുത്താൻ വേണ്ടി ചില സഹനങ്ങളും വേദനയും ഉണ്ടാകുമ്പോൾ അവസരം കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വരും. കുടുംബത്തിൽ ചില തകർച്ചകളുടെ സമയത്ത് കാറ്റും കോളും വാഞ്ഞടിക്കുന്ന ചില അന്തരീക്ഷം കുടുംബത്തിലുണ്ടാകുമ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ തിന്മ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. അതുവരെ വളരെ ശാന്തമാ. എവിടെ ജീവിത പങ്കാളിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നോ ആ സമയത്ത് ഇവൻ കയറി വരും. അതുവരെ നമ്മുടെ പ്രാർത്ഥന സൂപ്പറാ. അതുവരെ നമ്മൾ നല്ല കൃപയിലാ നിൽക്കുന്നേ. എവിടെ ബലഹീനതയുണ്ടോ ആ സമയത്ത് അനുസരിപ്പിക്കാൻ തയ്യാറായിട്ട് വരും. ഹല്ലേലൂയ. എളിമയോടെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് കൊടുക്കാൻ നമ്മളെ കൊണ്ടുവരണം. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, ലൂക്ക 1:28, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. സ്വർഗത്തിൻ്റെ ദൂത് മുഴുവൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു. പരിശുദ്ധ അമ്മ ദൂതിന് മുമ്പിൽ യെസ് പറഞ്ഞു. എന്നാ പറഞ്ഞേ? കേട്ടില്ല. ഇതാ കർത്താവിൻ്റെ ദാസി. പരിശുദ്ധ അമ്മ പറഞ്ഞു. അതായത് ഒരിക്കലും മനുഷ്യബുദ്ധിക്ക് പിടികിട്ടത്തില്ലാത്ത കാര്യമാണ്. ചെറിയ റിസ്ക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് പരിശുദ്ധ അമ്മ യവസേ പിതാവുമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന സമയം, അതായത് ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് ജീവിച്ചോളാമെന്ന് വ്രതമെടുത്തിയ ആളായിരുന്നു പരിശുദ്ധ അമ്മ. യവസേ പിതാവ് അങ്ങനെ വ്രതമെടുത്തിയ ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു വ്രതം ഉണ്ടായിരുന്നു. വിവാഹം കഴിച്ചാലും സ്ത്രീ പുരുഷൻ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാതെ കന്യകയായി ജീവിക്കുന്ന ഒരു വ്രതം അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ വ്രതമെടുത്തിയ ആളായിരുന്നു ആര്? അതായത് ജീവിതം മുഴുവൻ ഇനി കന്യകയായിട്ട് ജീവിക്കണമെന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ ആഗ്രഹം. അങ്ങനെ വ്രതമെടുത്തിരുന്ന പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ വന്നിട്ടാണ് ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, നീ ഗർഭം ധരിക്കും. പരിശുദ്ധ അമ്മയുടെ പദ്ധതി അവിടെ പൊളിഞ്ഞു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതി അവിടെ പൊളിഞ്ഞു. നമ്മളാണ് എന്നാ പ്രാർത്ഥിക്കും? കർത്താവേ, ജീവിതകാലം മുഴുവൻ കന്യകയായിട്ട് ജീവിക്കാനുള്ള വരവ്. മറ്റേ കർത്താവ് പറയുന്ന കേൾക്കുകയല്ലേ, കർത്താവിൻ്റെ ദൂതം വരുന്നത്. കാരണം നമുക്ക് അങ്ങോട്ട് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ട് നമ്മൾ കേൾക്കുന്നില്ലല്ലോ. നമ്മൾ കുറേ പരിപാടി അങ്ങോട്ട് പറയും. അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളാരാ? നമ്മൾ യജമാനനും കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ യജമാനനും മിണ്ടുന്നില്ല. ആ കർത്താവ് ദാസന് എൻ്റെ കൊച്ചിന് IELTS കിട്ടണം, കർത്താവ് എനിക്ക് അവിടെ ശുശ്രൂഷ ചെയ്യണം, എനിക്ക് അവിടുത്തെ വരം കിട്ടണം, എനിക്ക് പുതിയ കൃപ കിട്ടണം, എൻ്റെ ജീവിതത്തിൽ വഴി തെളിയണം. നമ്മൾ അങ്ങോട്ട് പറയുകയാണ്. കർത്താവ് ഇത് മുഴുവൻ ദാസനെ പോലെ. കർത്താവിൻ്റെ പരിപാടി അങ്ങനെയായി. പരിശുദ്ധ അമ്മ അങ്ങനല്ല. പരിശുദ്ധ അമ്മ സ്വപ്നങ്ങളും കാഴ്ചപ്പാടുകളും അറിവുകളും സിറ്റുവേഷനും എല്ലാം വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം മാത്രം. അങ്ങനെ വിളിക്കപ്പെട്ടവനാ കരിസ്മാറ്റിക്കാരൻ. വിളി കിട്ടിയവരല്ല കരിസ്മാറ്റിക്കാർ മാത്രമല്ല, വിളി കിട്ടിയവർ. ദൈവം ഈ കാലഘട്ടത്തിൽ പ്രത്യേകം മാറ്റി നിർത്തിയവരെല്ലാം ഇങ്ങനെ വിളിക്കപ്പെട്ടവരാ. കർത്താവിൻ്റെ ദാസനായിട്ട് ജീവിതകാലം മുഴുവൻ അവൻ അറിഞ്ഞിട്ടില്ലാത്ത വഴികളിലൂടെ, അവൻ ചിന്തിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ, അവൻ അനുഭവിച്ചിട്ടില്ലാത്ത, അവൻ്റെ മനസ്സിൽ കടന്നു വരാത്ത ചില സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടവനാ. ഹല്ലേലൂയ. ആ സമയത്ത് എന്നാ പറയണം? ചില തകർച്ചകൾ വരും. ദൈവം ചില സമയം നമ്മളെ മുറിച്ചുകൊണ്ട് പോകും. ചിലപ്പോൾ മുറിച്ചുകൊണ്ട്. കാരണം എന്തിനാ? കർത്താവിൻ്റെ ഒരു പദ്ധതി. വിശുദ്ധ മരിയ ഗോരേത്തി അല്ലേ? വിശുദ്ധ മരിയ ഗോരേത്തിയുടെ ജീവിതത്തിൽ തൻ്റെ യജമാനൻ അലക്സാണ്ടർ മൃഗീയമായിട്ട് പീഡിപ്പിച്ചാണ് ഈ മരിയ ഗോരേത്തിയെ കൊലപ്പെടുത്തിയേ. കുഞ്ഞുനാളിൽ 13 വയസ്സുള്ള ഈ കൊച്ചിന് ഇത്രയും തീഷ്ണത ഉണ്ടാകണമെങ്കിൽ ഈ കൊച്ചിൻ്റെ അമ്മ ആരായിരിക്കണം? അത്ര തീഷ്ണത ഉണ്ടായിരിക്കണം. ചങ്കിനകത്തേക്ക് ഇത് പകരുള്ളൂ. ചുമ്മാ കിട്ടിയതൊന്നുമല്ല. അത്രമാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, അത്രമാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചു കൂട്ടുന്ന, അത്രമാത്രം ജപമാലകൾ കൂട്ടുന്ന, ജീവിതത്തിൽ വിശുദ്ധിയെ പറ്റി അത്രമാത്രം ഉൾക്കാഴ്ച ഉള്ള ഒരമ്മയുടെ മകളാ വിശുദ്ധ മരിയ ഗോരേത്തി. 13 വയസ്സിലുണ്ടായ ഒരു ദുരന്തം ആ കുടുംബത്തിന്. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ അത് വലിയ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റും. അമ്മയ്ക്ക് കരിസ്മാറ്റിക്കാർ ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സ്വന്തം കുഞ്ഞിന് ഇങ്ങനെ ഒരു ദുർഗതി വന്നാൽ പിറ്റേ ദിവസം മുതൽ പള്ളിയിൽ
ചില തകർച്ചയ്ക്ക് പിന്നിൽ പ്രിയമുള്ളവരെ സ്വപ്നം കണ്ടിട്ടില്ലാത്ത പോലെ വലിയ കാര്യങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടാ. ഈ അമ്മയ്ക്ക് പോലെ ഭാഗ്യം ചെയ്തൊരു അമ്മയുണ്ടോ? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൾ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു അമ്മ. പക്ഷെ അതിനു മുമ്പ് കർത്താവ് തീക്കകത്തൂടെ കടന്നുകൊണ്ടുപോയി. ആ കടന്നുപോയ സമയത്ത് കയ്യും പിരിച്ചു എന്ന് പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ പറയാൻ പറ്റണം കരിസ്മാറ്റിക്കാരന്. ഈ വിളിയോട്, അതായത് എൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത് മുഴുവൻ അസാധാരണമായ കാര്യങ്ങൾ അനുവദിക്കുമ്പോൾ ദൈവം അനുവദിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റും കോളും ആഞ്ഞടിക്കുന്ന പ്രക്ഷുബ്ധമായ ജീവിത സാഹചര്യത്തോട് ദൈവം കടത്തിവിടുമ്പോ ശാന്തതയോടെ നിന്ന് കൊടുക്കണം, ഇതാ കർത്താവിൻ്റെ ദാസി. പറയാൻ പറ്റണം, അവിടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പറ്റൂ. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുള്ളന്നേ. നമ്മൾ നിന്ന് കൊടുക്കണം. ചില വേദന ഉണ്ടാകുമ്പോ, സഹനങ്ങൾ ഉണ്ടാകുമ്പോ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോ, നമ്മൾ എത്രമാത്രം നന്മ ചെയ്യുമ്പോ തിന്മ മാത്രം എടുത്ത് നമ്മളെ വിധിക്കുമ്പോ നിന്ന് കൊടുക്കാൻ പറ്റിയ പ്രിയമുള്ളവരെ വലിയ കാര്യങ്ങൾ നമുക്ക് പ്രതികൂലം ഉണ്ടാകുമ്പോൾ നമ്മൾ കൊന്തയും പരിപാടിയും ബൈബിളും എല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാരണക്കാരൻ്റെ കൂട്ടം പോയി യുദ്ധം. ഒരാൾ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞ 10 പേരെടുത്ത് അവരെ പോയി കുറ്റം പറഞ്ഞാലേ നമ്മൾ അടങ്ങിയിരിക്കത്തുള്ളൂ. അല്ലെ നമ്മൾ തർക്കിച്ച്, സാധാരണ പച്ച മനുഷ്യനെ പോലെ തർക്കിച്ച് ജയിക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ഒരുത്തൻ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചവനെ ഉപദ്രവിക്കും. നമ്മളെ വഞ്ചിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേസുമായിട്ട് പോകും. നമ്മൾ സാധാരണ മനുഷ്യനെ പോലെയാണ് ജീവിക്കുന്നത്. ദൈവം അനുവദിക്കാതെ സഹനങ്ങളും വേദനയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് അതിശ്രേഷ്ഠമായ ഒരു പദ്ധതി ഒരുക്കി വെച്ചിട്ട് ആ ദൈവം മുറിയപ്പെടാൻ വിട്ടുകൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ശ്രമമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. കർത്താവിൻ്റെ മുമ്പിൽ അനുസരിക്കാൻ അനുസരണം. കാരണം അനുസരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? കർത്താവിന് നമ്മളെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റൂ. അതായത് കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തനാണെങ്കിൽ മാത്രമേ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളന്നേ. കാരണം കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തൊക്കെയോ പ്രവർത്തിക്കാനാ, ചുമ്മാ ഇരുന്ന് കൂടാനല്ലെന്നേ, ചുമ്മാ നടക്കാനല്ല, മറിച്ച് നമ്മളിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ. വിശുദ്ധ കൊച്ചുരഹസ്യ പുണ്യപതി ഇങ്ങനെ 4 ചുവരിലിരുന്ന് ചുമ്മാ പ്രാർത്ഥിച്ചു കൂട്ടി ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കേറിപ്പോയി. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആൾക്കാരെല്ലാം വന്ന് വാക്യ സിസ്റ്റർമാർ വന്ന് കുശുമ്പ് കൂത്തിയിട്ടുണ്ട്. പലരും കളിയാക്കണ്ട, നീ ചുമ്മാ വല്ല ജോലി ചെയ്ത് നടക്കുന്ന സമയത്ത് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ലത് പറയാൻ ആരും ഉണ്ടായില്ല. അന്നേരം അവരുടെ പിറകെ വഴക്കുണ്ടാക്കാൻ പോയില്ല. അവരുടെ കൂട്ടി അങ്ങോട്ട് സഹനങ്ങളെടുത്ത് കർത്താവിൻ്റെ പീഡാസഹനത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് അതുകൂടെ കൂട്ടിയിരുന്ന് പ്രാർത്ഥിച്ചു. ആത്മാക്കൾ നേരെ സ്വർഗത്തിലേക്ക് പോയി. വിശ്വസ്തത കാണിച്ചു. ഇത് കാണിക്കാൻ വിളിക്കപ്പെട്ടവരാ പ്രിയപ്പെട്ടവരാ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് മുഴുവൻ ചേർത്ത് വെച്ചുകൊണ്ട് വിശ്വസ്തത കാണിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളിലൂടെ ഉണ്ടാക്കുന്ന പദ്ധതി മുഴുവൻ നമ്മൾ തകർത്ത് കളയും. നമ്മളിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെ മുഴുവൻ തകർത്ത് കളയും. നമ്മൾ അറിയല. ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയണം, എനിക്കൊരു വിളി കർത്താവ്. ഹല്ലേലൂയാ. അങ്ങനെ ബോധ്യമുള്ളവരുടെ കൈപൊക്കി ഒരു ഹല്ലേലൂയ പറയാവോ? ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. കർത്താവ് സെപ്പറേറ്റ് വിളിച്ചിരിക്കുന്നവരാ പ്രിയമുള്ളവരെ. കർത്താവ് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഓർക്കുക, എന്തുമാത്രം കാര്യങ്ങൾക്ക് വേണ്ടി കാലത്ത് ഞാൻ ഓടുന്നുണ്ടെന്നറിയോ? എന്തുമാത്രം കാര്യങ്ങൾക്ക് വേണ്ടി. ഇടുക്കി രൂപത ഞാൻ ഇല്ലാത്ത സംഘടന എന്ന് പറയുന്നത് തിരുമാനസയ്ക്ക് മാത്രമേ ഉള്ളൂ. അതിനും മാർക്കിടാൻ വിളിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം മത്സരമാണ്, ചൊവ്വാഴ്ച. ഒരു മേഖലയിൽ മത്സരത്തിന് എന്നോട് അവിടുത്തെ സിസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, വിനോദ് സാറേ ഒരു 8 പേരെ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ, ജഡ്ജസ് ആയിട്ട്. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. തിരുവാലസയ്ക്കത്തിനും അങ്ങനെ പോകുന്നുണ്ട്. ബാക്കി എല്ലാ സംഘടനയും ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. എല്ലാ കൂട്ടായ്മയിലും, AKC തൊട്ട് എല്ലാ കൂട്ടായ്മയിലും, മാതൃവേദിയിൽ, റിസോഴ്സ് ആയിട്ടും എല്ലാ മേഖലയിലും നിറസാന്നിധ്യമായിട്ട് ഞാൻ ഓടുക. ഞാനിങ്ങനെ ഓടുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഞാനിങ്ങനെ ഓടി നടക്കുമ്പോൾ എന്നെ വിളിക്കാൻ വിളി കിട്ടിയവൻ അവൻ ഈ പരിപാടി ചെയ്തില്ലായിരുന്നെങ്കിലോ? എന്നെ വിളിക്കാൻ, ഞാൻ ഇതുപോലെ ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ വിളിക്കാൻ വിളി കിട്ടിയവൻ ഈ വിളി വിളിക്കാതെ അവൻ അലസനായി പോയിരുന്നെങ്കിലോ? ഈ ഓടാൻ ഞാനുണ്ടോ? അറിയത്തില്ലെന്നാ. നമ്മളിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല പ്രിയമുള്ളവരെ. ചുമ്മാതെ ഒന്നും വിളിക്കുകയില്ല. കർത്താവിന് നമ്മുടെ ഗ്ലാമർ കണ്ടിട്ടൊന്നുമല്ല, നമ്മൾ നന്നായിട്ട് ചിരിക്കുന്ന കണ്ടിട്ടൊന്നുമല്ല, നമ്മുടെ വേദന കണ്ടിട്ടൊന്നുമല്ലെന്നേ വിളിച്ചത്. മറിച്ച് നമ്മളെ കൊണ്ട് വളരെ വ്യക്തമായി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യിക്കാനാ. അതിനോട് വിശ്വസത കാണിക്കണം. ഒരു തീഷ്ണത നമ്മളിലുള്ളിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ. എനിക്ക് ഈ ദാനമാടുന്നത് ഈ വിളിക്ക് വേണ്ടിയുണ്ടല്ലോ. ഈ വിളിക്ക് മുമ്പിൽ കർത്താവിന് വേണ്ടി നിലപാടെടുക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ പ്രിയമുള്ളവരെ നമ്മുടെ ഉള്ളിൽ ഒരു ആർജവത്വം ഉണ്ടാകണം. ഹല്ലേലൂയാ. സർമ്മടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. വിശ്വസ്തരാകാൻ നമ്മളെ കൊണ്ട് പറ്റണം. പറ്റിയില്ലെങ്കിൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ കാണുന്നൊരു ഭാഗമുണ്ട്. ദൈവം ഒരു പദ്ധതി ഒരുക്കി അബ്രാഹത്തിലൂടെ. വിശ്വാസികളുടെ പിതാവാകാൻ ദൈവം
ഒരു പദ്ധതി ഒരുക്കി. ആരിലൂടെ? അബ്രാഹത്തിലൂടെ. അബ്രാഹത്തോട് പറയുകയാണ്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. അബ്രാഹത്തോട് പറയുകയാണ്, നീ സ്നേഹിക്കുന്ന ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോകണം. ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹാം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പോണം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നീ അവനെ എനിക്കൊരു ദഹന ബലിയായി അർപ്പിക്കണം. അബ്രാഹാം പൊട്ടനെ പോലെ വിശ്വസിച്ചു. വിശ്വസിക്കാൻ കാരണമുണ്ട്. കാരണം എന്തുകൊണ്ട്? 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തോട് പറയുന്നത്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും മക്കളെ തരും. 1ഉം 2ഉം ഒന്നുമല്ല. എത്രയാ? എണ്ണിയാൽ ഒടുങ്ങാത്തതുപോലെ. ഇത് ബുദ്ധിക്ക് പിടികിട്ടുകയില്ല ഈ കാര്യം, അല്ലേ? പക്ഷെ ശരിക്കും അബ്രാഹത്തോട് പറഞ്ഞ വാഗ്ദാനം നിറവേറിയോ? ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും അബ്രാഹത്തിന്റെ മക്കൾ ഇന്ന് ഉണ്ട് ഇവിടെ, അല്ലേ? പാലാ കത്തീഡ്രലിൽ വന്ന് ഇന്നിങ്ങനെ കുറേ ഇരിക്കുക. അറിയത്തില്ല, ആകാശത്തിലെ നക്ഷത്രം പോലെ എത്ര കർത്താവ് പറഞ്ഞാന്നേ, വിളിച്ചതാ. ഇതിനു വേണ്ടിയാ വിളിച്ചേ. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും. ആ സമയത്ത് എൻ്റെ പൊന്നു കർത്താവ്, ഈ പരിപാടിക്ക് ഞാൻ ഇല്ലായിരുന്നു പറഞ്ഞായിരുന്നെങ്കിലോ, നമ്മൾ കാണിക്കുന്ന ചില അലസത കാണിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ പദ്ധതി ഉണ്ടോ? കർത്താവ് അബ്രാഹത്തിലൂടെ എന്നാ ഒരുക്കി? ഒരു പദ്ധതി ഒരുക്കി. 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തിൻ്റെ അടുത്ത് പറയുന്നത്, നീ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളുണ്ടാകും. 75-ാമത്തെ വയസ്സിൽ. സാറാമ്മച്ചിക്ക് 65 വയസ്സ്. നല്ല പ്രായത്തിൽ സാറാമ്മച്ചി ആ ഗർഭം ധരിച്ചില്ല, ആ കഴിവില്ലായിരുന്നു. ഇവർക്ക് ഇപ്പം ഒരാൾക്ക് 75, ഒരാൾക്ക് 65. ഈ പ്രായത്തിലുള്ള ആൾക്കാരുടെ ലക്ഷണം എന്നായിരിക്കും? അവർ ഈശോമറിയൊക്കെ ചൊല്ലി എങ്ങനെയും പോകാനായിട്ടിരിക്കുക. ഉള്ള ഈശോമറിയൊക്കെ ചൊല്ലി, അല്ലേ? അങ്ങനെയാണ്. വലിയ സ്വപ്നമൊന്നുമില്ല. കുഞ്ഞുങ്ങളെ താലോലിക്കണമെന്നോ കുളിപ്പിക്കണമെന്നോ തൊട്ടിൽ കെട്ടണമെന്നൊന്നും ഒരു ചിന്തയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വന്നിട്ട് ഈ പരിപാടി പറയുന്നത്. ആ പദ്ധതിയെല്ലാം മാറ്റി കർത്താവിൻ്റെ പദ്ധതിയോട് സഹകരിച്ചു. കർത്താവെ, നിന്റെ ഇഷ്ടമാണ്, എന്നാൽ കുഞ്ഞിക്കാല് കണ്ടോട്ടെ എന്നും പറഞ്ഞ് അബ്രാഹാം ആ സമയത്ത് എന്നാ പറഞ്ഞു? 75-ാമത്തെ വയസ്സിൽ യേശു പറഞ്ഞു, 80-ാമത്തെ വയസ്സിൽ കുഞ്ഞുണ്ടായില്ല. എത്ര വർഷമാ? ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. 5 വർഷം. 75 കഴിഞ്ഞു, 80-ൽ കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിലോ? ഇതൊക്കെ ചുമ്മാ തട്ടിയൊരു പരിപാടിയല്ലേ? നമ്മൾ നമ്മുടെ പരിപാടി നോക്കി. ഇത് 5 വർഷം കഴിഞ്ഞിട്ട് 80-നുണ്ടായില്ല, 85-നുണ്ടായില്ല, 90-ലുണ്ടായില്ല, 95-ലുണ്ടായില്ല. 100-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വാഗ്ദാനം. ഇത് അനുഭവിച്ച ആളാണ് അബ്രാഹാം. ആ അബ്രാഹത്തോടാണ് പറയുന്നത്, നീ നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടി മോറിയ ദേശത്തേക്ക് പൊക്കോണം. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നിന്റെ കുഞ്ഞിനെ എനിക്ക് ദഹനബലി ഏർപ്പെടണം. അബ്രാഹത്തിന് കർത്താവിനെ പറ്റി നല്ല വിശ്വാസം, ഒരു പേടിയും തോന്നിയില്ല. കാരണം കർത്താവ് പറഞ്ഞ സംവിധാനങ്ങൾ മുഴുവൻ കർത്താവ് ഒരുക്കിയിരിക്കും. നിന്റെ വന്ധ്യയായ സാറ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിക്കുമെന്ന് പറഞ്ഞു. സംവിധാനങ്ങൾ മുഴുവൻ സാറായുടെ ഉദരത്തിൽ കർത്താവ് ഒരുക്കി. അന്ന് വരെ ഇല്ലാത്ത പല കഴിവുകൾ സാറായുടെ ഉദരത്തിലേക്ക് ദൈവം വെച്ചു. ഇത് അബ്രാഹത്തിന് അറിയാം, ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കും. സംവിധാനങ്ങൾ മുഴുവൻ ഒരുക്കിയിട്ടേ കർത്താവ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടേ കർത്താവ് വിളിക്കൂ. ഈ ഉറപ്പുണ്ടായിരുന്നു അബ്രാഹത്തിന്. ഒരു പേടിയും തോന്നില്ല. കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ട് പോയി? മോറിയ ദേശത്തേക്ക് പോയി. കർത്താവ് കാണിച്ച മലയിലേക്ക് കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോയി. അവിടെ കയറി ചെന്ന കർത്താവ് മുഴുവൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വിറകുമൊക്കെ ആയിട്ട് അങ്ങ് കയറി ചെന്നു. മലയിൽ ചെന്ന് കഴിഞ്ഞ മോറിയ മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കല്ലുകൾ പിറക്കി കൂട്ടി ബലിപീഠം പണിതു. കൊണ്ടുവന്ന വിറകെടുത്ത് അടുക്കി വെച്ച് ബലിപീഠം പണിതു. എന്നിട്ട് അതിന് മേളിലേക്ക് ഇസഹാക്കിനെ ബന്ധിച്ച് കെട്ടി. എന്നിട്ട് അബ്രാഹാം ഇങ്ങനെ കത്തി ഇങ്ങനെ കയ്യിലേക്ക് എടുത്തു പിടിച്ചിട്ടുണ്ടല്ലോ. ഈ കത്തി കയ്യിലേക്ക് എടുത്തു പിടിച്ചിട്ട് ഇസഹാക്കിന്റെ നേരെ അങ്ങ് താക്കു. ഒറ്റ സെക്കൻഡ്, ഒരു പേടിയില്ലായിരുന്നു അബ്രാഹത്തിന്. ഒറ്റ സെക്കൻഡ് കത്തി താന്നിരുന്നെങ്കിൽ ആ സമയം ഇസഹാക്ക് തീർന്നു പോയാനെ. ആ കത്തി ഉയർത്തിയ സമയത്ത് കർത്താവിന്റെ ദൂതൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അബ്രാഹാം അരുത്. ഒറ്റ വാക്ക്. കത്തി അവിടെ നിന്നു. താഴേക്ക്. ഹല്ലേലൂയാ. സർമ്മത്ത് പറഞ്ഞു ഹല്ലേലൂയാ. കത്തി താന്നില്ല, കത്തി അവിടെ നിന്നു. കാരണം ആര് വാക്ക് പാലിച്ചു? അല്ല, ആര് വാക്ക് പാലിച്ചു? ആര് വിശ്വസ്തത കാണിച്ചു? അല്ല, പറഞ്ഞോ? അല്ല, ദൈവം വിശ്വസ്തനാണല്ലോ. ദൈവം പറഞ്ഞിട്ടാ വന്നേ. ആര് വിശ്വസ്തത കാണിച്ചിട്ടുണ്ടോ കത്തി നാടാതിരുന്നേ?
കഥ ഈ മാലാഖ വിശ്വസ്തത കാണിച്ചത്, അതായത് ആ സെക്കൻഡ് സമയം മാലാഖയെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ട്, ഈ മാലാഖ ആ സെക്കൻഡിൽ അവിടെ വന്നതുകൊണ്ട് ദൈവിക പദ്ധതി നടക്കേണ്ടതുപോലെ നടന്നു. ഒരു സെക്കൻഡ് മാലാഖ ചായ കുടിക്കാൻ പോയായിരുന്നേൽ, എന്നാ ചായ കുടിച്ചിട്ട് പയ്യെ അങ്ങ് പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിലോ? പോകുന്ന വഴി കരിസ്മാറ്റിക്കാരൻ കൂട്ടുവിളിച്ചു, വാ ചേട്ടാ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയേക്കാം, അവിടെ ഒരു വീട്ടിൽ തകർച്ചയുണ്ട്, നമുക്ക് പ്രാർത്ഥിച്ചേക്കാന്ന് പറയുമ്പോഴത്തേക്ക് എടാവേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അറിയുന്നില്ല. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രിയമുള്ളവരെ, നമ്മൾ കരം പിടിച്ചു പിടിക്കുമ്പോ, നമ്മൾ ഒരുവനോട് സുവിശേഷം പറയുമ്പോ, നമ്മളെ ഒരു വേദി കയറ്റി നിർത്തുമ്പോ, കർത്താവിന് വേണ്ടി നമ്മൾ നിലപാടെടുക്കുമ്പോ, അതിന്റെ പിന്നിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ പദ്ധതികൾ എന്ത് എന്ന് മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുകയാണ്. മനുഷ്യബുദ്ധിക്ക് പിടികിട്ടുകയെന്ന് വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം മാറ്റി നിർത്തിയവരാ നമ്മള്. ഈ ലോകത്തിൽ എന്തുമാത്രം സമ്പത്ത് കൊണ്ട് കൊടുത്താലും, ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പത്ത് കൊണ്ട് കൂട്ടിവെച്ചാലും കിട്ടാത്ത കാരിസം, വരദാനങ്ങൾ ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യിക്കാനാ. നമ്മൾ വിശ്വസ്തത കാണിച്ചില്ലെങ്കിൽ, നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, കർത്താവിനെ അനുസരിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, ദുരന്തമായത് മാറും. അനുസരിക്കാൻ, കർത്താവിൻ്റെ വിളിയോട് എന്തു പറഞ്ഞാലും, സഹനമുണ്ടായാലും, ആരെല്ലാം ചവിട്ടിക്കൂട്ടിയാലും ലോകം മുഴുവൻ ചിലപ്പോൾ തിരിയും. കാരണം അവർക്കറിയത്തില്ല. അങ്ങനെയല്ലേ ഈശോ പറഞ്ഞിരിക്കുന്നത്? ലോകത്തെ മുഴുവൻ, അതായത് കർത്താവിനെ കൂട്ടുപിടിക്കാത്തവരെ മുഴുവൻ ചില നിർണായക സമയത്ത് പിശാച് കൂട്ടുപിടിക്കുന്നേ. ഈശോ മരക്കുരിശുമായിട്ട് പോയ വഴിക്ക് പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ കെട്ടിയിട്ടപ്പോൾ ആരെയും കണ്ടില്ല. ഭാരമേറിയ മരക്കുരിശും എടുത്തു പോയപ്പോ ഒരു മനുഷ്യയും കണ്ടില്ല. കരിസ്മാറ്റിക്കാരാ ഇതുപോലെ നടക്കേണ്ടവരും ചിലപ്പോൾ കുരിശുമെടുത്തോണ്ട് ഇടത്തേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല, വലത്തേക്ക് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല. ആരുമില്ലാതെ ചിലപ്പോൾ ഈ വിളിയുമായിട്ട് നടക്കേണ്ടവരും. ഹല്ലേലൂയ. നടന്നില്ലെങ്കിൽ പീഡാസഹനമില്ല, കുരിശുമരണമില്ല, ദൈവിക പദ്ധതിയായ ഉത്ഥാനമില്ല. ഇട്ടേച്ച് പോകാന്നേ, ഇട്ടേച്ച് പോകാം. സാഹചര്യങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് പോകാം. എനിക്ക് ഈ വിളി തന്ന തമ്പുരാനെ തള്ളിപ്പറഞ്ഞ് ചില സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പണി നിർത്തി പോകാം. സാമ്പത്തികമായിട്ട് ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകാം. സമ്പത്ത് കിട്ടി ജീവിക്കാൻ മാർഗമാകുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് ജോലി കിട്ടുമ്പോൾ, നല്ല ജീവിത സിറ്റുവേഷൻ വരുമ്പോൾ ഇട്ടിട്ട് പോകാന്നേ. ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ചില പശ്ചാത്തലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മൾ ഈ വിളി തള്ളി പറഞ്ഞു പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സംഭവിക്കേണ്ട വലിയ കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിലൂടെ ചോർന്നു പോകും. ഹല്ലേലൂയ. ചുമ്മാ വിളിച്ചതല്ല, ചുമ്മാ വിളിച്ചതല്ല. ഈ വിളിയോട് വിശ്വസ്തത കാണിക്കണം, അനുസരിക്കാൻ. കർത്താവ് എന്തു പറയുന്നോ പൊട്ടനെ പോലെ തലകുനിക്കാൻ പറ്റണം. ഈ സമയത്ത് നമ്മളെ ശരീരം പല വഴിക്കും, ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭിന്നതകളുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കരിസ്മാറ്റിക് കൂട്ടാലേക്ക് ഈ തല നരച്ചവരല്ലാത്ത കറുത്ത മുടിക്കാർ വരാത്തെ? ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വേദന തോന്നണ്ടേ? ഇത് മറിയുമ്പോൾ അടുത്ത കാര്യം ആരാ ഉള്ളത് കൈമാറാൻ? കാരണം നമുക്ക് നമ്മുടെ മിനിസ്ട്രികൾ കുറേ ഇഷ്ടങ്ങളോട് നമ്മളങ്ങ് പോവുക. ദൈവഹിതത്തിന് നിന്നു കൊടുക്കാൻ പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മുടെ ഒരു മിനിസ്ട്രി, നമ്മുടെ ഒരു ആശയങ്ങൾ, നമ്മുടെ കുറേ ഐഡിയയുമായിട്ട് പോവുക. കർത്താവിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് നമ്മൾ നിന്നു കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് ജയിക്കും. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വചനം. ഇത് ആത്മാവിൻ്റെ, ഇത് ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാനല്ല, മറിച്ച് ആത്മാവിന്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കാൻ. എങ്ങനെ വേണ്ടിയാ? ശരീരത്തിന്റെ പ്രവണത, വാശി, വൈരാഗ്യം, പക, അല്ലെ സഹനം വരുമ്പോൾ ഉണ്ടാകുന്ന ഭയം, അങ്ങനെ ശരീരത്തിന്റെ പ്രവണത അനുസരിച്ച് ജീവിക്കാനല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ പ്രചോദനം. അങ്ങനെ ഒരു പ്രചോദനമുണ്ട്. അങ്ങനെ പ്രചോദനം അനുസരിച്ച് ജീവിച്ചവരെ വിളിയോട് വിശ്വസ്തത കാണിച്ചിട്ടുള്ളൂ. അവരിലൂടെയേ ഫലങ്ങൾ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ്. ഞാനിവിടെ ഇങ്ങ് വരുമ്പോഴേ, നമുക്ക് ഓരോ ശുശ്രൂഷയ്ക്ക് കയറി നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ നിത്യതൊഴിലായതുകൊണ്ട് വാക്കുകൾ തടസ്സമൊന്നുമില്ല, ആശയങ്ങൾക്ക് തടസ്സമൊന്നുമില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നും പറഞ്ഞ് ഒരു സ്ഥലത്ത് ഞാൻ പോയി എൻ്റെ ഇഷ്ടം പോയിട്ടില്ല. ഈശോ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, കള്ളപ്രവാചകന്മാരും. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 23-24 വചനം. ശിഷ്യന്മാരുടെ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞായിരുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. ഇതാ ക്രിസ്തു അവിടെ, ക്രിസ്തു ഇവിടെ എന്ന് പറഞ്ഞാൽ കിട്ടിയോ? വായിച്ചോ. വിശ്വസിക്കരുത്,
കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. ചില ഇവിടെയല്ല കേട്ടോ, ആഫ്രിക്കയുടെ അങ്ങേ അറ്റത്ത് കരിസ്മാറ്റിക്കാരുടെ കൂടെ ഈ പരിപാടി ഉണ്ടെന്നാണ് പറയുന്നത്. എന്നതാ? കള്ള ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? സഭയുടെ ശിരസായ ക്രിസ്തു. സഭയും മിശിഹായും തമ്മിൽ ഒന്നായിരിക്കുന്ന ക്രിസ്തു. അതെ അല്ലെ? ഈശോയുടെ കുരിശുമരണത്തിലൂടെ മാത്രമാണ് നമ്മൾ എങ്ങനെ പറുദീസയുടെ കവാടം നമുക്ക് തുറന്നു കിട്ടിയത്, അല്ലേ? അല്ല നമ്മുടെ പുണ്യം കൊണ്ട് വല്ലതും ആണോ? അല്ല. ഈശോയുടെ കുരിശുമരണത്തിലൂടെ മാത്രമേ നമുക്ക് എന്തുള്ളൂ? നമുക്ക് രക്ഷയുള്ളൂ. ഇന്ന് ഈശോ മിശിഹായുടെ ഈ കുരിശുമരണത്തിലൂടെ ഒഴുകി ഇറങ്ങുന്ന വരപ്രസാദം ഇന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് വരുന്നത് കൗദാശിക ജീവിതത്തിലൂടെ മാത്രമേ ഉള്ളൂ. വേറെ ഒരു വഴിയിലൂടെ എന്തു വരില്ല? ഈ വരപ്രസാദം വരികയില്ല. അതായത് ഈശോ പരസ്യ ജീവിതകാലത്ത് 3 കൊല്ലവും പഠിപ്പിച്ചത് ഇതിനെപ്പറ്റി മാത്രമായിരുന്നു. അതായത് ഈശോയുടെ ശിഷ്യന്മാർ 3 കൊല്ലം ഈശോയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി അവർ ചെയ്തതും ഓരോ സ്ഥലത്ത് ചെന്ന് അവിടെ പള്ളികൾ സ്ഥാപിച്ചു, കൂദാശകളുടെ കവാടങ്ങൾ തുറന്നു വെച്ചു. അതാണ് ക്രിസ്തു. അതായത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ക്രിസ്തു എന്തു പഠിപ്പിച്ചോ അതാണ് കൂദാശ. കള്ളക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്നതായിരിക്കും? ഇതല്ലാത്ത പരിപാടി ചെയ്യുന്ന ആൾക്കാരുടെ പേരാണ് എന്ത്? അവിടെ രക്ഷയുണ്ട്, അങ്ങോട്ട് പോയാൽ രക്ഷയുണ്ട്, ഇവിടെ പോയാൽ രക്ഷയുണ്ട്, ഈ പരിപാടി ചെയ്താൽ രക്ഷയുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ മറ്റൊരു രക്ഷയുടെ വാതിൽ തുറന്നു വെക്കുന്ന ആൾക്കാരുടെ പേരാണ് കൂദാശകളിൽ നിന്ന് മനുഷ്യനെ ആരകറ്റിക്കൊണ്ടു പോകുന്നു? കൗദാശിക ജീവിതത്തിൽ നിന്ന് ആരും മനുഷ്യനെ അകറ്റിക്കൊണ്ടു പോകുന്നു, അവന്റെ പേരാണ് കള്ളക്രിസ്തു. പ്രവചിക്കുന്നവനാ പ്രവാചകൻ. പ്രവാചകൻ ആരാ? ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനത്തെ അറിയിക്കുന്നവനാണ്. അതായത് ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നവന്റെ പേരാണ്. അതിനുവേണ്ടിയാണ് പ്രവാചകനെ വിളിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രവചനവരം. ദൈവജനത്തോട് എന്തു പറയണോ അത് ദൈവം പറയുന്നതേ പറയാവൂ. അതാണ് ആര്? അങ്ങനെ പറയുന്നവരുടെ പേരാണ്. അപ്പൊ വ്യാജ പ്രവാചകൻ ആരാ? ആ ചുമ്മാ തോന്നിയ കൈന്നെടുത്തിട്ട് അടിക്കുന്നതിന്റെ പേരാണ്. നമ്മുടെ കൂടെ ഇവിടെ അല്ല കേട്ടോ, പാലായിലില്ല, അവിടെ ആഫ്രിക്കയുടെ അങ്ങേയറ്റത്ത്, അവിടെ ആ വരണ്ട ഭൂഖണ്ഡത്തിൽ ഉണ്ടെന്നാ പറഞ്ഞു. ഇവിടെ ഉൾവനങ്ങളിൽ ചില ആൾക്കാർ കൈന്നെടുത്തിട്ട് ഈ പരിപാടി ഉണ്ട്. അങ്ങനെ കുറെ പേര് പള്ളിയിൽ നിന്ന് അകന്ന് പോയിട്ടുണ്ട്. കൂട്ടായ്മ കുർബാനയെ കഴിഞ്ഞ് വലിയ പരിപാടി വേറെ പലതും ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഒരു ശ്രുതി കേൾക്കുന്നത്. ഹല്ലേലൂയാ. കള്ളപ്രവാചകന്മാരും വ്യാജ പ്രവാചകന്മാരും ഉള്ള ഒരു കാലഘട്ടം. ഈശോ എന്തു പഠിപ്പിച്ചോ അതാണ് പ്രിയമുള്ളവരെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, അതാണ് നമ്മൾ പറയേണ്ടത്. അത് കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ നിന്നുകൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അപ്പോഴാണ് ദൈവത്തിന് സഭയോട് ചേർന്ന് സഭയെ പടുത്തുയർത്താൻ വേദന ഉണ്ടാകുമ്പോഴും സഹനം ഉണ്ടാകുമ്പോഴും വികാരിയച്ഛൻ ചീത്ത വിളിക്കുമ്പോഴും വികാരിയച്ഛൻ മാറ്റി നിർത്തുമ്പോഴും സമൂഹ മധ്യത്തിൽ ഇങ്ങനെ നമ്മളെ ചമ്മട്ടി കൊണ്ട് അടിക്കുമ്പോഴും തല കുനിച്ച് പിടിക്കാൻ അതൊരു കൃപയല്ലേ? സഹിച്ചിട്ടുണ്ടോ? പീഡാസഹനം കഴിഞ്ഞാൽ പിന്നെ എന്നാ ഉണ്ട്? ഉത്ഥാനമുണ്ട്. സഹിച്ചിട്ടില്ലാത്തവനോ ഈ കുരിശ് പകുതി ആകുമ്പോൾ ഇട്ടിട്ട് പോകുന്നവനോ അവനെന്നും ഇത് തന്നെയാണ്. കാരണം ഇത് ഈ ടെസ്റ്റ് പാസ്സാകാതെ അടുത്ത ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ ടെസ്റ്റ് പരീക്ഷ പാസ്സായാലേ എവിടെ ഇരുത്തൂ? 6-ലിരുത്തൂ. പല ആൾക്കാർ ഇപ്പോഴും 2ാം ക്ലാസ്സിലെ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയെന്നാണ്. തുടങ്ങിയ സമയമാണ് ഇപ്പോഴും പാല് കുടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാരണം ഈ 2ലെ പരീക്ഷ പോലും പാസ്സാകാൻ പറ്റിയിട്ടില്ല. കൂടുതലുണ്ടായിരുന്നവർ ഇപ്പം കോളേജിൽ പഠിപ്പിക്കുക. ഹല്ലേലൂയാ. നിന്നു കൊടുക്കാൻ പറഞ്ഞ കർത്താവിൻ്റെ വിളിയോട് വിശ്വസ്തത, സഹനങ്ങളും വേദനകളും വരുമ്പം ഇതിനപ്പുറം കർത്താവ് പ്രവർത്തിക്കുന്നേ. അതിന് നമ്മൾ നിന്നു കൊടുക്കാൻ അനുസരണയോടെ കർത്താവിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു കൊടുക്കാൻ, ദാസൻ എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റണം. ദൈവം വിളിച്ചവർ മുഴുവൻ ഇങ്ങനെ ഈ വിളിയോട് വിശ്വസ്തത പുലർത്താത്തവരാ പരാജയപ്പെട്ടു. ദൈവം ഇസ്രായേൽക്കാരെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് മോചിച്ച് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഒരു പദ്ധതി ഇട്ടു. അവിടെ കിടന്ന് ഈജിപ്തുകാരുടെ കൂടെ നിന്നുകൊണ്ട് അടിമപ്പണിയായിരുന്നു. ഈജിപ്തുകാരുടെ കൂടെ അടിമപ്പണിയുടെ പ്രത്യേകത തന്നെ കൂലിയില്ല. പിന്നെ എന്നാ ഉണ്ട്? ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഉറക്കം പോലും ഇല്ല. ഭക്ഷണം മാത്രം. 2 നേരത്തെ ഭക്ഷണം കിട്ടും. അത് അവരിറച്ചി കഴിക്കുമ്പം ഇവർക്ക് എന്തേ ഉള്ളൂ? ഇറച്ചിച്ചാറേ ഉള്ളൂ. അവർക്ക് ഈജിപ്തുകാരെ ഇറച്ചി കൂട്ടി കഴിക്കും, ഇവർക്ക് ചാറ് കൊടുക്കും. പിന്നെ ചാറിനകത്ത് കിടന്ന അവസാനത്തെ ഈ അരപ്പിനകത്തെ സാധനമൊക്കെ ഉള്ളൂ. ഈ സവോളയുടെ കഷ്ണങ്ങളും വെള്ളരിക്കയുടെ കഷ്ണമൊക്കെ ഈ സെപ്പറേറ്റ് അവർക്ക് കൊണ്ട് ഇട്ട് കൊടുക്കും. അതൊക്കെ കൂട്ടിയായിരുന്നു അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഗതികെട്ട് കിടക്കുമ്പോൾ അവരുടെ നെടുവീർപ്പ് ഇട്ട് കണ്ടിട്ട് അവരുടെ ഉള്ളിലെ വേദന കണ്ടിട്ട് കർത്താവ് ഒരു പദ്ധതി ഇട്ടു. തേനും പാല് ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോകാൻ.
തേനും പാലും ഒഴുകുന്ന, ഇവിടെ ഗതികെട്ട് കിടക്കുമ്പോൾ ദൈവം ഒരു പദ്ധതി ഇട്ടു, ഒരു വലിയ ദേശം, തേനും പാലും ഒഴുകുന്ന, എപ്പോഴും സമൃദ്ധി നിറഞ്ഞ നല്ലൊരു ജീവിതത്തിന് വേണ്ടി ദൈവം ഒരു പദ്ധതി ഇട്ടു. എന്നിട്ട് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് കുറേ പരിപാടി. ഞാൻ ദൈവമാണ് എന്നും ഞാൻ സാധാരണ മനുഷ്യനെ പോലെ അല്ല എന്നും അത്ഭുതകരമായ പല കാര്യങ്ങളും കാണിക്കുമെന്നും കർത്താവ് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ കിട്ടിയ 8-ാം അധ്യായം അതിൻ്റെ 20 മുതലുള്ള വചനം. ഇരുപത്തിയൊന്ന് മുതലുള്ള വചനം വായിച്ചോ. എന്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം, വായിച്ചോ, നിന്റെയും സേവകരുടെയും ജനത്തിന്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും. ഫറവോയോട് പറയുകയാണ്, നീ എൻ്റെ ജനത്തെ വിട്ടില്ലെങ്കിൽ, എൻ്റെ ജനത്തെ നീ വിട്ടു തന്നില്ലെങ്കിൽ നിന്റെയും സേവകരുടെയും ജനത്തിന്റെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും. ഫറവോ വിട്ടില്ല. ദൈവം എന്നാ ചെയ്തു? ദൈവം ഈച്ചകളെ അയച്ചു. ഒരു നാട് മുഴുവൻ, ഈജിപ്ത് മുഴുവൻ ഈച്ചകളെ കൊണ്ട് നിറഞ്ഞു. ഈജിപ്ത് മുഴുവൻ. രാവിലെ അമ്മച്ചി പതിവുള്ളതുപോലെ എഴുന്നേറ്റിട്ട് കടുങ്കാപ്പി അനത്താൻ, ഇവിടെ കടുങ്കാപ്പി അനത്തുവോ? ഞങ്ങളുടെ അവിടെ ഹൈറേജുകാർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടുങ്കാപ്പി, ഞാൻ 2 ഗ്ലാസ് കുടിക്കും കേട്ടോ, കാരണം അങ്ങനെ ശീലമായി പോയി. രാവിലെ എഴുന്നേറ്റ് 2 ഗ്ലാസ് കടുങ്കാപ്പി എന്ന് പറഞ്ഞ പോലെ അമ്മച്ചി രാവിലെ കടുങ്കാപ്പി അനത്താനായിട്ട് കലവെടുത്തുകൊണ്ട് പൈപ്പിൻ്റെ ചോട്ടിൽ പോയി പൈപ്പ് തുറന്നപ്പോൾ പൈപ്പിനകത്തുനിന്ന് വെള്ളമല്ല, ഈച്ചയാണ് വരുന്നത്. അരിപ്പാത്രം പോയി പൊക്കി നോക്കിയപ്പോൾ അതിനകത്ത് ഈച്ച. എന്തു ചെയ്താൽ വായിക്കോട്ട വിടുമ്പോൾ വായിക്കകത്ത് ഈച്ചകളെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുക. എന്നാൽ സങ്കടം ആരുടെയും പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കൂട്ടായ്മയ്ക്ക് വരുന്ന ചേച്ചിയുണ്ട്, ആ ചേട്ടത്തിയോടൊന്ന് പറഞ്ഞേക്കാന്ന് ഓർത്തുകൊണ്ട് ചേച്ചിയെ വാ തുറക്കുമ്പോൾ, ചേച്ചിയെന്ന് വിളിക്കുമ്പോൾ ഒരു രാജ്യം മുഴുവൻ ഈച്ചകളെ കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ അതിൻ്റെ വാക്കി ഇങ്ങനെ പറയുകയാണ്, 22-ാമത്തെ വചനം. എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷനിൽ മാത്രം ഈച്ചയില്ല. അതായത് ഇസ്രായേൽക്കാർ നിന്ന് ആ ചെറിയ ദേശമുണ്ടല്ലോ, അവിടെ മാത്രം ഈച്ചയില്ലാതെ അവർ വയറു നിറച്ച് ആഹാരം കഴിച്ച് ഏമ്പക്കം വിട്ട് അവർ കണ്ടു ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരു നാട് മുഴുവൻ ഇങ്ങനെ ദുരിതം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോ ദൈവം ഉള്ളം കയ്യിൽ ഇങ്ങനെ പരിപാലിക്കുന്നത് കണ്ടു. ദൈവ സാന്നിധ്യം അനുഭവിച്ചവര്. കർത്താവ് അങ്ങനെ അത്ഭുതങ്ങൾ അങ്ങനെ കൊടുത്തു. അടുത്തത് 9-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വചനം. അടുത്ത ദുരിതം കൊടുക്കുക. അതായത് മോശ കരങ്ങൾ ആകാശത്തിലേക്ക് വടി ഉയർത്തിയപ്പോൾ അവിടുന്ന് കന്മഴ പെയ്തു. ഈജിപ്തിലുണ്ടായിരുന്ന അവരുടെ അന്നത്തെ കാലത്ത് വലിയ മുഴുത്ത വീട് പണിത് വെച്ചിട്ട് ഈ ഉള്ള പട്ടയവും സ്വർണ്ണം മുഴുവൻ വാങ്ങി വെക്കുന്ന പരിപാടി ഇന്നത്തെ പരിപാടി അങ്ങനെയല്ലേ? നമ്മൾ പട്ടയം കൊണ്ട് വാങ്ങി വെക്കുന്നു, നമ്മുടെ സ്വർണ്ണം മുഴുവൻ പണയം വെക്കുന്നു, എന്നിട്ട് അത് മുഴുവൻ അതിൻ്റെ പൈസ മുഴുവൻ എടുത്തിട്ട് ഭയങ്കര വീട് വെച്ചിട്ട് സമാധാനമില്ല. നമ്മൾ അതിനകത്ത് നമ്മുടെ ഉള്ളത് മുഴുവൻ അവിടെ കൊണ്ടുവച്ചിട്ട് നമ്മളിവിടെ സമാധാനമില്ലാതെ അകത്ത് ജീവിക്കുക. അന്ന് അങ്ങനത്തെ പരിപാടി ഇല്ല. അന്നത്തെ പരിപാടി കൊച്ചു വീട്, ഉള്ളത് മുഴുവൻ സമ്പാദിച്ച് വെച്ചിട്ട് അത് മുഴുവൻ വയലിലായിട്ടും മൃഗങ്ങളായിട്ടും എല്ലാം വെച്ചിട്ട് കൊച്ചു വീട്ടിലായിരുന്നു അവർ കിടന്നിരുന്നത്. മുഴുവൻ വയലിലുണ്ടായിരുന്നു, മൃഗങ്ങളായിട്ട് തൊഴുത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ സമ്പത്ത് മുഴുവൻ പുറത്തായിരുന്നു. ഈ കന്മഴ പെയ്ത സമയത്ത് എന്നാ സംഭവിച്ചു? പുറത്തുണ്ടായിരുന്നത് മുഴുവൻ, ഈജിപ്തുകാരുടെ മുഴുവൻ സമ്പത്ത് നശിച്ചു പോയി. എന്നാൽ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽക്കാരുണ്ടായിരുന്ന ഗോഷനിൽ കന്മഴ പെയ്തില്ല. ദൈവം അത്ഭുതത്തോടെ ഉള്ളം കയ്യിൽ ഇങ്ങനെ പ്രതികൂലം ഉണ്ടാകുമ്പോ കരുതുന്നത് അവർ കണ്ടു. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോ മഹാമാരി അയക്കുമ്പോഴും ദൈവം ജീവനോടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചവരാണ് പ്രിയമുള്ളവരെ ഇസ്രായേൽക്കാര്. എന്നിട്ട് അവരവരെ കർത്താവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുക. നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹത്തിനും ഇസഹാക്കിനും കൊടുത്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ നയിക്കുമെന്ന് പറഞ്ഞ് കർത്താവ് അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയി. അവിടുന്ന് അങ്ങനെ അവരെ കൂട്ടി ഇറക്കിക്കൊണ്ട് പോവുക. അവരിങ്ങനെ ഇറക്കിക്കൊണ്ട് പോകുന്നൊരു ഭാഗമുണ്ട്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 8-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ? അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും ദാനം ചെയ്ത ദേശത്തേക്ക് അവരെ ഞാൻ നയിക്കും. ഇവരോട് പറയാം, നിങ്ങളെ ഞാൻ തേനും പാലും ഒഴുകുന്ന ഒരു നല്ല ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാണ് അവിടുന്ന് അവരെ ഇറക്കുന്നത്. ഇനി 12-ാം അധ്യായം 37-ാമത്തെ വചനം വായിച്ചേ. ഇസ്രായേൽ ജനം സൂക്ഷിച്ച് വായിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്കാർ പറയും മഴ പെയ്യുന്നതെന്ന് പറയും. സൂക്ഷിച്ച് വായിച്ചോ. ഇസ്രായേൽ ജനം
റംസേസിൽ നിന്ന് സൂക്കോത്തിലേക്ക് കാൽനടയായി അവർ പുറപ്പെട്ടു. വായിച്ചു. അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷത്തോളം അവർ പോരുന്നതിനെ പറ്റി ഒരു ചെറിയൊരു കണക്കാണ് പറയുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടാതെ എത്ര പേരുണ്ടായിരുന്നു? 6 ലക്ഷം പുരുഷന്മാർ. അന്നത്തെ കാലത്തെ പോലെയൊന്നുമല്ല, ഒരു പുരുഷൻ ഒരു സ്ത്രീ അല്ല സമ്പ്രദായം. പിന്നെയോ സോളമന് 600 നാരികളും 300 ഉപനാരികളും ഉണ്ടായിരുന്നാണ് പറയുന്നത്. അന്ന് അങ്ങനെ ആകാമായിരുന്നു. ആ കാലം ഗോത്ര സംസ്കാരമായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആകാമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ കാലത്ത് എന്തേ ഉള്ളൂ? എൻ്റെ ബ്രദറെ, അതായിരുന്നു ഭേദം. ഹല്ലേലൂയ. അതായത് സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടാൻ എത്രയുണ്ടായിരുന്നു? 6 ലക്ഷം പേര്. അന്നത്തെ കാലത്ത് സാധാരണ കണക്കൊന്നും കൂട്ടണ്ട. ഒരു സ്ത്രീക്ക് 2 പേരെ വെച്ച് കൂട്ടിയ, ഒരു പുരുഷന് 2 സ്ത്രീകൾ വെച്ച് കൂട്ടിയ എത്ര സ്ത്രീകളായി? 12. 6 ലക്ഷം പുരുഷന്മാരും 12 ലക്ഷം ഭാര്യമാരും, അല്ലേ? ഈ 12 ലക്ഷം ഭാര്യമാർക്ക് നെല്ലിക്കാക്കൊട്ട മറിച്ച പോലെയായിരുന്നു അന്ന് കുഞ്ഞുങ്ങൾ. അന്ന് സംഭരണമൊന്നും ഇല്ലായിരുന്നു, അന്ന് അങ്ങനെ നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നു. അന്ന് ഇഷ്ടം പോലെ ചറാപറ പിള്ളേരായിരുന്നു. ഒരു നേഴ്സറി തുടങ്ങാനുള്ള ഒരു നേഴ്സറി തുടങ്ങാനുള്ള സംവിധാനം ഒരു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്ര ഒന്നും കൂട്ടാ, 2 പേരെ വെച്ച് കൂട്ടിയ 24 ലക്ഷം. 24 ലക്ഷം കുഞ്ഞുങ്ങൾ, 12 ലക്ഷം ഭാര്യമാര്, 6 ലക്ഷം. എത്രയായി? എത്രയായി? 12 6 18, 18 24 42 ലക്ഷം പേരെ കർത്താവ് തേരും പാലും ഒഴുകുന്ന ഒരു ദേശം തരാമെന്നും പറഞ്ഞ് ഒരു വിളി കൊടുത്തു. അവർക്കൊരു പ്രത്യേക വിളി കൊടുത്തു. എന്നിട്ട് കർത്താവ് അവരെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, കാര്യങ്ങൾ കൊടുത്ത്, ദൈവം ജീവനോടെ ഇറങ്ങി വന്ന് അവരെ അവിടുന്ന് കർത്താവ് കൊണ്ടുപോവുക. പക്ഷേ ഈ കർത്താവ് പറഞ്ഞ സ്ഥലത്ത് പോയി കാലുകുത്തിയത് യാഫുന്നാടെ മകൻ കാലബും നൂനിന്റെ പുത്രനായ, ബാക്കിയുള്ളവരെ പറ്റിക്കാൻ പറഞ്ഞതായിരുന്നോ? അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കർത്താവ് വിളിച്ചിരിക്കുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ്. ഈ വിളി കിട്ടിയ ഒരു വിളിയോട് വിശ്വസ്തത കാണിച്ചവരിലൂടെ വലിയ കാര്യങ്ങൾ അവർ കർത്താവ് ചെയ്തു. അങ്ങനെ ചെയ്തവരാണ് ചാവറയച്ചനും അൽഫോൺസാമയും നമ്മുടെ ഈ കുഞ്ഞേട്ടനും ഒക്കെ. വലിയ വലിയ കാര്യങ്ങൾ, സ്വപ്നം കണ്ടിട്ടില്ലാത്ത വലിയ വലിയ കാര്യങ്ങൾ പ്രിയമുള്ളവരെ ചെയ്തവർ. നമ്മളെ അതുപോലെ വിളിച്ചിരിക്കുന്നവരാ പ്രത്യേകമായിട്ട് എന്തൊക്കെയോ. അതായത് നമുക്കറിയാം, നമ്മുടെ കുഞ്ഞേട്ടൻ അല്ലേ, PC അബ്രാഹാം പല്ലാട്ടൂന്നൽ അല്ലേ, ഞങ്ങളൊക്കെ വലിയ ആദരവോടെ കാണുന്നത്. ഞാൻ മിഷല്ലിങ്ങിൻ്റെ പ്രവർത്തന, ഞങ്ങൾ ഹൈറേഞ്ചൊക്കെ തീ പോലെ പറയുന്ന ആളാണ് കുഞ്ഞേട്ടൻ. ആദരവോടെ നോക്കിക്കാണുന്ന കുഞ്ഞേട്ടൻ, മിഷല്ലീഗ് എന്ന സംഘടന വളർത്തിയ കുഞ്ഞേട്ടൻ. ഈ കുഞ്ഞേട്ടനെ കുഞ്ഞേട്ടനാക്കി മാറ്റിയത് അൽഫോൺസാമയാണ്. നിങ്ങൾക്ക് ചരിത്രം അറിയായിരിക്കും. അതായത് അൽഫോൺസാമയുടെ കൂടെയായിരുന്നു ഈ കുഞ്ഞേട്ടൻ്റെ ഈ സഹോദരി റീത്ത പഠിച്ചുകൊണ്ടിരുന്നത്. സന്യാസം നടത്തി ചേർന്ന് പഠിച്ചുകൊണ്ട സമയത്ത് ഈ റീത്തയെ കാണാനായിട്ട് ഈ കുഞ്ഞേട്ടൻ ഇടയ്ക്കിടയ്ക്ക് പോകും. ഈ സന്ദർശനത്തിൻ്റെ സമയത്ത് ഈ അൽഫോൺസാമയെ അടുത്ത് വന്നിട്ട് ഈ റീത്തയുടെ സഹോദരി ആ കുഞ്ഞേട്ടനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ല ചാമ്പങ്ങ കൊടുത്തിട്ട് പറയും, മോനെ സുഹൃതജപം ചെല്ലിക്കേ. അങ്ങനെ സുഹൃതജപം ചെല്ലാൻ പഠിപ്പിച്ചു. എന്നിട്ട് പ്രതിഫലമായിട്ട് എന്നാ കൊടുത്തു? ചാമ്പങ്ങ കൊടുത്തു, അല്ലെ പടങ്ങൾ കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈ വിത്ത് കൊണ്ട് ഈ അൽഫോൺസാമ കുഞ്ഞേട്ടൻ്റെ അകത്തുകൊണ്ട് ഇങ്ങനെ ചാമ്പങ്ങ കൊടുത്ത് അകത്തു കൊണ്ടിട്ട് ഈ വിത്ത് കൊടുത്തു. ഈ സാധനം പൊട്ടിമുളിച്ചിട്ട് അങ്ങോട്ട് ഫലമായിട്ടുണ്ടല്ലോ. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ അൽമായ സംഘടന 100ഓളം രാജ്യങ്ങളിൽ ഈ അൽഫോൺസാമ ഈ അകത്തിട്ട് കൊടുത്ത ഈ ചാമ്പങ്ങയുടെ കരുത്തു വളർന്നു. 100ഓളം രാജ്യങ്ങൾ. എന്തുമാത്രം വൈദികര്, എത്രമാത്രം സിസ്റ്റേഴ്സ്, എത്രമാത്രം തീഷ്ണതയുള്ള അൽമായ പ്രേക്ഷിതര് ഈ ഒരൊറ്റ ചാമ്പങ്ങായും കൊണ്ട് ഉണ്ടായിന്നറിയോ? നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, നമ്മുടെ ഒരു തലോടൽ കൊണ്ട്, നമ്മുടെ ഒരു ചേർത്ത് പിടിച്ചുകൊണ്ട്, നമ്മുടെ ചില നിലപാട് കൊണ്ട് പ്രിയമുള്ളവരെ വരുന്ന തലമുറയിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്തായെന്ന് നമുക്കറിയത്തില്ല. നമുക്ക് ഈ വിളിയോട് വിശ്വസ്തത കാണിക്കണമെന്നേ. നമ്മൾ ഈ വിളിയോട് വിശ്വസ്തത കാണിക്കണം. മാത്രമല്ല കർത്താവിൻ്റെ ഇഷ്ടത്തിന് ചുമല് ചായച്ചു കൊടുക്കാൻ. പ്രതികൂലം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്ന ആളല്ല, കുരിശു വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല. പ്രതികൂലം വരുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ചുമല് താത്തു കൊടുത്ത് കർത്താവിൻ്റെ ഹൃദയത്തിന് ജീവിതം വെച്ചു കൊടുക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇല്ലെങ്കിൽ യാഫുന്നാടെ മകൻ കാലബും നൂനിൻ്റെ പുത്രനായ ജോഷുവായും മാത്രം ഈ വിളിയോട് വിശ്വസ്തത കാണിച്ചിട്ട് ബാക്കി ലക്ഷക്കണക്കിന് ആൾക്കാർ പരാജയപ്പെട്ടു പോയതുപോലെ നമ്മുടെ ഈ വിളി ചിലപ്പം, നമ്മുടെ കൂടെ വിളി കിട്ടിയവർ പലരും ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല. എന്നാ പറ്റിയതാ? ഇട്ടിട്ട് പോയതാ. ഇട്ടിട്ട് സാഹചര്യം ഉണ്ടായപ്പോഴേ, ഈ വിശപ്പ് വന്ന സമയത്ത് ഈശോയുടെ അടുത്തേക്ക് വന്നതുപോലെ പ്രതികൂലം ഉണ്ടായ സമയത്ത് അവരുടെ അടുത്തേക്കും ആരൊക്കെയോ വന്നു. എടാവേ, അവൻ്റെ ഒന്നും പുറകെ നടക്കണ്ട, നീ ശൂശു പ്രാർത്ഥനയൊന്നും
ആവശ്യമില്ല. ഞാൻ രാവിലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ, രാവിലെ ഞാൻ ഞാൻ 4 മണിക്ക് അവിടെ നിന്ന് പോകും. 4 മണിക്ക് എഴുന്നേറ്റ് ഒരുങ്ങി പോരുക. ഞാൻ ഈ പോരുന്ന വഴിക്ക് കട്ടപ്പന എടുക്കാറായപ്പോഴത്തേക്ക് ചില അമ്മച്ചിമാർ കൊന്തയൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് കുർബാനയ്ക്ക് പോകുക തീഷ്ണതയോടെ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഈ പുള്ളിക്കാരൻ വന്ന് അവരുടെ അടുത്തും ശൂശു പറഞ്ഞായിരുന്നു, ഓ തണുപ്പൊക്കെ അല്ലേ, ഹൈറേഞ്ച് നല്ല തണുപ്പൊക്കെ അല്ലേ, പുറച്ചു മൂടി കിടക്ക്, രാവിലെ കെട്ടിയോനുള്ള ഗ്ലാസ് കടുങ്കാപ്പിയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്ക്, കൊച്ചുങ്ങളെ പോയി തലോട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരൻ അവിടെ അമ്മച്ചിമാർ പുറംകാലിനടിച്ചിട്ട് കൊന്ത എടുത്തോണ്ട് രാവിലെ എങ്ങോട്ട് പോയി? സക്രാരുടെ മുമ്പിൽ വന്ന് മുട്ടുമടക്കി ഈ കർത്താവ് വിളിച്ച വിളിയോടുണ്ടല്ലോ, തമ്പുരാൻ തന്ന ഈ വിളിയോട് വിശ്വസത കാണിച്ചുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് സക്രാരിക്ക് മുമ്പിൽ പോയി മുട്ടുമടക്കി നിൽക്കുക. ഈ വിളിയോട് വിശ്വസ്തത പുലർത്താൻ, കർത്താവ് ദാനമായി തന്ന ഈ വിളിയോട് വിശ്വസ്തത പുലർത്താൻ പ്രിയമുള്ളവരെ നമുക്ക് പറ്റണം. ദൈവരാജ്യ ശുശ്രൂഷയുടെ വിസ്തൃതിക്ക് വേണ്ടി കർത്താവ് നമ്മളെ പ്രത്യേകം മാറ്റി നിർത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഒന്ന് നമ്മൾ തിരിച്ചറിയണം, കർത്താവ് ഒരു പ്രത്യേക വിളിക്ക് വേണ്ടി നമ്മളെ മാറ്റി നിർത്തിയവർ, ഒരു ദൗത്യത്തിന് വേണ്ടി പ്രത്യേകം വിളിച്ചവരാ നമ്മൾ. 2, ഈ വിളിക്ക് മുമ്പിൽ, വിളിച്ചവൻ്റെ മുമ്പിൽ വിശ്വസ്തത കാണിക്കണം. ബാക്കിയെല്ലാം കർത്താവ് ചെയ്യും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടച്ചു പിടിച്ച് തമ്പുരാൻ്റെ വിളിക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കരങ്ങൾ അല്പം വിരിച്ചു പിടിക്കാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവത്തോടെ കർത്താവെ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ സ്വർഗമൊരുക്കുന്ന പദ്ധതികൾ തിരിച്ചറിയാൻ, ഈ വിളിയോട് വിശ്വസ്തനായിരിക്കാൻ, ജീവിതകാലം മുഴുവൻ അങ്ങയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ, ഞങ്ങളിലൂടെ അനേകം ദൈവരാജ്യ ശുശ്രൂഷകളിലൂടെ അനേകം ആത്മാക്കൾ സ്വർഗത്തിലെത്താൻ തക്ക വിധത്തിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് രൂപപ്പെടുത്തണേ. ഈ വിളിയിൽ എവിടെയെല്ലാം ഞങ്ങൾ പ്രതികൂലം അനുഭവിക്കുന്നുണ്ട്, എവിടെയെല്ലാം ഞങ്ങൾക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എവിടെയെല്ലാം ഞങ്ങൾക്ക് വേദനകൾ ഉണ്ടാകുന്നുണ്ട്, അതെല്ലാം കർത്താവിൻ്റെ പീഡാസഹനത്തോട് ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. കർത്താവെ, ആത്മീയമായിട്ട് കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്ന സമയങ്ങൾ, ആത്മീയമായിട്ട് ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന സമയങ്ങൾ, അതെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മീയമായ വലിയ കൃപ ഞങ്ങൾക്ക് തരണേ. പൗലോസ്ലീഹ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവെ, ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞങ്ങൾ പലപ്പോഴും പ്രവർത്തിച്ചു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവെ, വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. കൃപ തരണേ. ഞങ്ങളുടെ ബലഹീനതയിലേക്ക് കർത്താവെ ദൈവശക്തി കൊണ്ട് നിറയ്ക്കണേ. എളിമയോടെ നമ്മുടെ വിളി കർത്താവിന് വിട്ടുകൊടുക്കാം. ദൈവരാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാൻ, ഈ കാലഘട്ടത്തിൽ തീഷ്ണതയോടെ കർത്താവിന് വേണ്ടി ഓടുന്ന ജീവിതമായി മാറാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കൃപ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട ആത്മീയ കരുത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. നമുക്ക് മുട്ടുമേലായിരിക്കാം. സ്നേഹനാഥ ഈശോയെ ആരാധന, കരങ്ങൾ വീശി ആരാധിക്കുക. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ ആരാധന, ഞങ്ങളെ ആരാധിക്കുന്നു. ഈശോയെ ആരാധന. ചേർന്ന് പാടി ആരാധിക്കാം നമുക്ക് ദൈവത്തെ. ആരാധന. സ്തുതിക്കുന്നു. എല്ലാവരും സ്വരമുയർത്തി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി. കർത്താവേ, ആരാധന. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധമായ തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള തിരുവചനങ്ങളിൽ എങ്ങനെ കാണുകയാണ്? വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങുന്ന മണവാട്ടിയെ പോലെ
സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരമുണ്ടായി, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠവുമായി സർവചരാചരങ്ങളെ ഭരിച്ചു പരിപാലിക്കുന്ന ദൈവമായ കർത്താവ്. സ്വർഗത്തിൽ പരിശുദ്ധ അമ്മയും വിശുദ്ധന്മാരും വാഴ്ത്തപ്പെട്ടവരും ദൈവദാസന്മാരും ധന്യരും മാലാഖമാരും നിരന്തരം പരിശുദ്ധൻ പരിശുദ്ധന് പാടിപ്പുകഴ്ത്തുന്ന ദൈവമായ കർത്താവ് തിരുവോസ്തി രൂപനായി അവിടുത്തെ സൃഷ്ടി മാത്രമായ മനുഷ്യമക്കളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, നന്ദിയോടെ കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ഈ സമയം കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ ഈ ജീവിതത്തെ, അങ്ങ് ദാനമായി തന്ന ഞങ്ങളുടെ ഈ ദൈവ വിളിയെ, അങ്ങിന്നോളം ചൊരിഞ്ഞ മുഴുവൻ അനുഗ്രഹങ്ങളെ ഓർത്ത് കർത്താവെ നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിത വഴിയിലെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഇസ്രായേൽ ജനത്തെ നയിക്കുന്നത് പോലെ ഈ കാലഘട്ടത്തില് കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ഭാഗമായ പ്രത്യേകം വിളി തന്ന അവിടുത്തെ കരുണയ്ക്ക് മുമ്പിൽ നന്ദിയോടെ ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 23-24 വചനങ്ങൾ ഇങ്ങനെ കാണുകയാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാകുകയില്ല. ഞാൻ നിങ്ങൾക്ക് ദീർഘായുസ് തരും. ദൈവത്തെ ആരാധിക്കുമ്പോഴാ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന്റെ സ്രോതസ് ഒഴുകി ഇറങ്ങുന്നത്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ കൃപയുടെ സ്രോതസ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിലേക്ക് ദൈവശക്തി നിറയുന്നത്. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിട്ടുകൊടുക്കാം. കർത്താവ് തന്ന ഈ വിളിയെ, കർത്താവെ മരണം വരെ വിശ്വസ്തനായിരിക്കാൻ, അടുത്ത തലമുറയിലേക്ക് ഈ വിളി പകർന്നു കൊടുക്കാൻ, അനേകരെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ, കർത്താവെ അനേകം ജീവിതങ്ങളെ ഈ കാലഘട്ടത്തിൽ വിശുദ്ധീകരിക്കാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ ഇന്നോളം ചൊരിഞ്ഞ മുഴുവൻ അനുഗ്രഹങ്ങളെ ഓർത്ത്, ഇന്നോളം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ട ഓരോ നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് ഈ ആരാധനയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 എല്ലാവരും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി ഞങ്ങളുടെ ജീവിതത്തിൽ. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. ജീവിതം മുഴുവൻ ഞങ്ങൾ യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. ആരാധന. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. ആരാധന. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി യേശു മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, സന്തോഷം മതി എനിക്ക്. യേശു മതി, സംഗീതം മതി, നിത്യജീവൻ മതി എനിക്ക്.
കരങ്ങൾ രണ്ട് ഹൃദയത്തോട് ചേർത്ത് വെക്കാം. കർത്താവിൻ്റെ വിളിക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ നമുക്ക് കർത്താവിന് വിട്ടുകൊടുക്കാം. ഈ വിളിയിൽ വിശ്വസ്തത പുലർത്താൻ പറ്റാത്ത വിധം എവിടെയെല്ലാമാ ഞാൻ തകർന്നു പോകുന്നത്? ഏതെല്ലാം പ്രലോഭനങ്ങളാ എൻ്റെ ജീവിതത്തെ, ഈ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ച് കളയുന്നത്? ഏതെല്ലാം ബന്ധങ്ങളിൽപ്പെട്ട എൻ്റെ ഈ ശ്രേഷ്ഠ ജീവിതം തകർന്നു പോകുന്നത്? കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പൗലോസ് ശ്ലീഹായോട് പറഞ്ഞില്ലേ, നിന്റെ ബലഹീനതയിലാ എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. നമ്മുടെ ബലഹീനതയിലേക്ക് ആ ദൈവശക്തി ഇറങ്ങി വരുന്നത്. കർത്താവിന് വിട്ടുകൊടുക്കാം. കർത്താവെ, ജീവിതം മുഴുവൻ നിനക്ക് വേണ്ടി ജീവിക്കാൻ, നിനക്ക് വേണ്ടി നിലപാടുകൾ എടുക്കാൻ, എന്നിലൂടെ സ്വപ്നം കാണുന്ന ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാൻ തക്ക വിധത്തില് കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയിലേക്ക് ദൈവശക്തി കൊണ്ട് നിറയ്ക്കണേ. കർത്താവിന് വിട്ടുകൊടുക്കാം നമ്മുടെ ജീവിതങ്ങളെ. പരിശുദ്ധ അമ്മ സ്വർഗത്തിന്റെ ദൂതിന് മുമ്പില് ജീവിതം കൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അമ്മ മാതാവ് പറയുകയാ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിനോട് പറയാം, ഇതാ കർത്താവിന്റെ ദാസൻ. കർത്താവെ, നിന്റെ പദ്ധതി എന്നിലൂടെ പൂർത്തിയാകട്ടെ. ഈ കാലഘട്ടത്തില് നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ, അനേകരിലേക്ക് അങ്ങേ പകർന്നു കൊടുക്കാൻ, അവിടുത്തെ സ്വാന്തനം, അവിടുത്തെ കരുണ, അങ്ങയുടെ കരുതൽ, അവിടുത്തെ വചനം, അങ്ങിലുള്ള പ്രത്യാശ പകർന്നു കൊടുക്കാൻ കർത്താവെ ഞങ്ങളെ അങ്ങ് ഉപയോഗിക്കണേ. ഞങ്ങളുടെ കുറവുകൾ മുഴുവൻ കർത്താവെ നിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40, 41, 42 വചനങ്ങൾ എങ്ങനെ കാണുകയാ? ഒരു കുഷ്ഠരോഗി അവന്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി അവനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് ശുദ്ധനാക്കാൻ? അവൻ അന്ന് വരെ അനുഭവിച്ച മുഴുവൻ വേദനകളും സങ്കടങ്ങളും കർത്താവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് ശുദ്ധനാക്കാൻ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ മുമ്പിൽ, സർവശക്തന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. കർത്താവിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ ബലഹീന ജീവിതത്തെ എടുത്തുയർത്താൻ, ഈ കാലഘട്ടത്തിന്റെ തീപ്പന്തങ്ങളാക്കി മാറ്റാൻ, ഈ കാലഘട്ടത്തിൽ അനേകരെ സ്വർഗത്തിന് വേണ്ടി നേടാൻ ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മുടെ ഈ ബലഹീന ജീവിതത്തെ പണിതുയർത്താൻ കർത്താവിന് വിട്ടുകൊടുക്കാം. കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ബലഹീനത എവിടെയെല്ലാമാ എൻ്റെ ജീവിതം തകർന്നു പോകുന്നത്? ചില തഴക്ക ദോഷങ്ങൾ, ചില ബലഹീനതകൾ, ചില സംസാര ശൈലികൾ, ചില പാപത്തോടുള്ള ആസക്തികൾ, ചില സൈറ്റിലൂടെ കയറിയിറങ്ങുന്ന ചില പ്രവണത, അരുതാത്ത ചില വ്യക്തിയോടുള്ള താല്പര്യം. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ ഒന്ന് ശുദ്ധനാക്കാൻ? ഈ വിളിയോട് വിശ്വസ്തത പുലർത്താൻ കർത്താവിന്റെ മുമ്പിലേക്ക് നമുക്കൊന്ന് വിട്ടുകൊടുക്കാം. കർത്താവിനൊന്ന് പണിയാൻ, കർത്താവിന്റെ കയ്യിലെ ഉപകരണമായി ഒന്ന് മാറാൻ കരങ്ങൾ അല്പം പിരിച്ചു പിടിക്കാം. കർത്താവിന് വിട്ടുകൊടുക്കാം. നമുക്ക് കർത്താവ് പണിയട്ടെ നമ്മുടെ ജീവിതത്തെ. കർത്താവിന്റെ കയ്യിലെ മനോഹരമായ ഒരു ഉപകരണമായി മാറട്ടെ നമ്മുടെ ജീവിതം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 18-ാം അധ്യായം 6-ാമത്തെ വചനം എങ്ങനെ പഠിപ്പിക്കുക? ഇസ്രായേൽ ഭവനമേ,
കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയല്ലേ എൻ്റെ കയ്യിൽ നിങ്ങൾ. കർത്താവിന് നമുക്ക് വിട്ടുകൊടുക്കാം, കർത്താവിന്റെ കയ്യിലെ ഉപകരണങ്ങളായി മാറാൻ. ശക്തിയോടെ കരങ്ങളടിച്ച് നമുക്ക് പാടാം. നടത്തിടുന്നു ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാൽ അനുദിനവും ഉയർത്തിയടിക്കാമോ? കൃപയാൽ അനുദിനവും ബലഹീനതയിൽ ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ അനുദിനവും കൃപയാലേ ഞങ്ങളുടെ ബലഹീനത, ചില പ്രാപത്തിന്റെ പ്രലോഭനങ്ങൾ, ജഡികമായ ആസക്തികള്, ലോകത്തിലെ സ്ഥാനമാനങ്ങളുടെ മോഹങ്ങള്, ഞങ്ങളുടെ വൈകാരികമായ പക്വതയില്ലാത്ത അവസ്ഥകള്, ഞങ്ങളുടെ മുൻകോപം, പെരുമാറ്റത്തിലെ ദുശീലങ്ങൾ എല്ലാം വിട്ടുതരും. ഹല്ലേലൂയ 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 ആരാധന ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ വ്യാപരിക്കുകയാണ്. അത്യുന്നതനായ ദൈവം തൻ്റെ പ്രിയപ്പെട്ട മക്കളെ സന്ദർശിച്ച് അനുഗ്രഹിക്കുന്ന വളരെ അമൂല്യമായ നിമിഷങ്ങളാണ്. നമ്മൾ രൂപതയുടെ ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവ കൃപ ഈ രൂപത മുഴുവനിലും നമ്മുടെ കുടുംബങ്ങളിലും നാം ഓരോരുത്തരിലും സമൃദ്ധമാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് വചന ശുശ്രൂഷയിലൂടെ കേട്ടതുപോലെ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമാകാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിടുതൽ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് നമ്മളെ തന്നെ മുദ്രണം ചെയ്യാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. മിഖാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 5-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ. ബേത്ലഹേം എഫാത്ത, യൂദാഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൾ പ്രസവിക്കുന്നതുവരെ അവൻ അവരെ പരിത്യജിക്കും. പിന്നീട് അവൻ്റെ സഹോദരിൽ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിൻ്റെ ശക്തിയോടെ, തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മഹത്വത്തോടെ അവൻ വന്ന് തൻ്റെ ആടുകളെ മേയ്ക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപവാനാകയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇസ്രായേൽ ഭവനത്തെ ഭരിക്കാൻ, നമ്മെ ഓരോരുത്തരെയും ഭരിക്കാനും നയിക്കാനും നിയന്ത്രിക്കാനും രക്ഷിക്കാനുമായി വന്ന ഈശോ മിശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ് നമ്മൾ തിരുവചനത്തിൽ വായിച്ചു കേട്ടത്. അതേ ദൈവമാണ് ഈ പരിശുദ്ധ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ നിമിഷങ്ങളിൽ വിടുതൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമാകാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും
ദൈവസന്നിധിയിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ വിടുതൽ, രോഗപീഠകളിൽ നിന്നുള്ള വിടുതൽ, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നുള്ള വിടുതൽ, കടബാധ്യതകളിൽ നിന്നുള്ള വിടുതൽ, കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകളിൽ നിന്നുള്ള വിടുതൽ, കുഞ്ഞുങ്ങളെക്കുറിച്ച് ഉള്ള ആകുലതകളിൽ നിന്നുള്ള വിടുതൽ എല്ലാം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കാം. നമുക്ക് വിശുദ്ധ മിഖായേലിനോട് സഹായം അപേക്ഷിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ ഏറ്റവും മഹത്വപൂർണ്ണനായ സൈന്യാധിപനെ, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് പിശാചിൻ്റെ ആധിപത്യത്തിൽ മോചിപ്പിച്ച മനുഷ്യവർഗത്തിൻ്റെ സഹായത്തിന് തേണമേ. തിരുസഭ അങ്ങയെ അവളുടെ സംരക്ഷകനായി വണങ്ങുന്നു. രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കർത്താവ് അങ്ങയാണല്ലോ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വിശുദ്ധ മിഖായേലേ, സാത്താൻ ഇനി ഒരിക്കലും മനുഷ്യമക്കളെ ബന്ധനത്തിലാക്കി സഭയെ പീഡിപ്പിക്കാനിടയാകാതിരിക്കുന്നതിന് അവനെ അവിടുത്തെ തൃപ്പാദത്തിൽ ഞെരുക്കുന്നതിനായി സമാധാനത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ജപിക്കുന്ന ഈ പ്രാർത്ഥന അത്യുന്നത ദൈവസന്നിധിയിൽ അങ്ങ് തന്നെ സമർപ്പിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കാരുണ്യം എത്രയും വേഗം ഞങ്ങളുടെ മേൽ ചൊരിയുവാനിടയാകട്ടെ. സാത്താനും പിശാചുമായ ആ പുരാതന സർപ്പത്തെ പിടിച്ചടക്കി ബന്ധിച്ച് അവൻ ഇനിയും ജനതകളെ വഞ്ചിക്കാതിരിക്കുവാനായി പാതാളത്തിലേക്ക് എറിയണമേ. ആമേൻ. ബഹിഷ്കരണ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവും ദൈവവുമായി സ്വമിശിഹായുടെ പരിശുദ്ധ നാമത്തിൽ ദൈവമാതാവെ അമലോത്ഭവ കന്യകാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെയും സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും മധ്യസ്ഥതയിൽ അഭയംഗമിച്ച് ഞങ്ങളുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ പരിശുദ്ധ ശക്തിയാലും ഈ മക്കളുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താലും പിശാചിൻ്റെ ആക്രമണങ്ങളെയും വഞ്ചനകളെയും പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾ പ്രത്യാശപൂർവ്വം ഒരുമ്പെടുന്നു. ദൈവം എഴുന്നള്ളുമ്പോൾ അവിടുത്തെ ശത്രുക്കൾ ചിതറിക്കപ്പെടുന്നു, അവിടുത്തെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യുന്നു. പുകമറിഞ്ഞു പോകുന്നത് പോലെ അവർ അപ്രത്യക്ഷരാകുന്നു, തീയിൽ മെഴുകുന്നത് പോലെ അവിടുത്തെ ശത്രുക്കൾ നശിക്കുന്നു. കർത്താവിൻ്റെ കുരിശ് കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെട്ടു ഓടുന്നു. യൂദാവംശത്തിൻ്റെ സിംഹം, ദാവീദിൻ്റെ സന്തതി, അവിടുന്ന് ശത്രുക്കളെയെല്ലാം കീഴടക്കി. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങയിലുള്ള വലുതായ പ്രത്യാശ പോലെ തിന്മകളെയെല്ലാം ബഹിഷ്കരിച്ച് നമുക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാം. അശുദ്ധാത്മാക്കളെ, പൈശാചിക ശക്തികളെ, നാരകീയ ശത്രുക്കളെ, എല്ലാ വഞ്ചക സമൂഹങ്ങളെ, സാത്താൻ്റെ സംഘങ്ങളെ, ഗണങ്ങളെ, നിങ്ങൾ ആരായിരുന്നാലും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ നാമത്തിലും അവിടുത്തെ അധികാരത്തിലും ഞങ്ങൾ നിങ്ങളെ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവത്തിൻ്റെ തിരുസഭയിൽ നിന്നും ദൈവസാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടതും ദിവ്യ ചെമ്മരിയാടിൻ്റെ അമൂല്യ രക്തത്താൽ പരിത്രാണം ചെയ്യപ്പെട്ടതുമായ മനുഷ്യാത്മാക്കളിൽ നിന്നും ബഹിഷ്കൃതനായി നീ പലായനം ചെയ്യുക. ഏറ്റവും സൂത്രശാലിയായ നാരകീയ സർപ്പമേ, ഇനി ഒരിക്കലും മാനവകുലത്തെ വഞ്ചിക്കുവാനും സഭയെ പീഡിപ്പിക്കുവാനും അവരെ ഗോതമ്പ് പോലെ കൊഴിക്കുവാനും നീ വ്യാമോഹിക്കേണ്ട. നിന്റെ അതിരറ്റ അഹന്തയിൽ ആരോട് തുല്യനാണെന്ന് നീ അവകാശപ്പെടുന്നുവോ ആ അത്യുന്നത ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. ആ ദൈവം എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യം ഗ്രഹിക്കണമെന്നും ആഗ്രഹിക്കുന്നു. പിതാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പുത്രനായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് കൽപ്പിക്കുന്നു. നിന്റെ അസൂയ നിമിത്തം നീ മനുഷ്യവംശത്തിന് ചെയ്ത നാശത്തെ അതിലംഘിക്കുവാൻ ദൈവവചനമായ ക്രിസ്തു മനുഷ്യനായി അവതരിച്ച് മരണം വരെ അനുസരണമുള്ളവനായി ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചു. തൻ്റെ സഭയെ ഉറപ്പുള്ള പാറമേൽ സ്ഥാപിക്കുകയും ലോകാവസാനം വരെ എല്ലാ നാളുകളിലും അവളോട് കൂടെ വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരായി പ്രബലപ്പെടുകയില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മിശിഹ നിന്നോട് കൽപ്പിക്കുന്നു. പരിശുദ്ധ കുരിശിൻ്റെ അടയാളം നിന്നോട് കൽപ്പിക്കുന്നു. അപ്രകാരം ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ ശക്തിയും നിന്നോട് കൽപ്പിക്കുന്നു. മഹത്വപൂർണ്ണയും ദൈവമാതാവും തൻ്റെ എളിമയിൽ ഉത്ഭവത്തിൻ്റെ പ്രഥമക്ഷണത്തിൽ തന്നെ അമലോത്ഭവയും നിന്റെ ഗർഭിഷ്ഠമായ തലയെ തകർത്ത സ്വർഗരാജ്ഞിയുമായ പരിശുദ്ധ കന്യകാമറിയവും നിന്നോട് കൽപ്പിക്കുന്നു. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും
മറ്റപ്പസ്തോലന്മാരുടെയും ഭക്തിപൂർവകമായ മധ്യസ്ഥതയും നിന്നോട് കൽപ്പിക്കുന്നു. വേദസാക്ഷികളുടെയും സകല വിശുദ്ധരുടെയും, പ്രത്യേകിച്ച് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും വിശുദ്ധ ദൈവസഹായത്തിൻ്റെയും വിശുദ്ധ ജാവറ പിതാവിൻ്റെയും വിശുദ്ധ മറിയം ത്രേസ്യയുടെയും വിശുദ്ധ എപ്രേസ്യാമ്മയുടെയും ഭക്തിപൂർവകമായ മധ്യസ്ഥതയും നിന്നോട് കൽപ്പിക്കുന്നു. ഇപ്രകാരം ശപിക്കപ്പെട്ട ഭീകര സർപ്പമേ, പൈശാചിക സമൂഹങ്ങളെ, സജീവ ദൈവനാമത്തിൽ, സത്യദൈവനാമത്തിൽ, പരിശുദ്ധമായ ദൈവനാമത്തിൽ തൻ്റെ ഏകപുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ദൈവനാമത്തിൽ ഞങ്ങൾ നിങ്ങളെ ശപിക്കുന്നു. മനുഷ്യരെ വഞ്ചിക്കുകയും സഭയെ ഉപദ്രവിക്കുകയും അവളുടെ സ്വാതന്ത്ര്യത്തെ നിഹനിക്കുകയും ചെയ്യുന്നത് അവസാനിപ്പിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ കൽപ്പിക്കുന്നു. സകല വഞ്ചനയുടെയും ഉപജ്ഞാതാവും ഉടമയും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സാത്താനെ നീ പോവുക. നിന്റെ പ്രവർത്തനങ്ങൾ യാതൊന്നും മിശിഹായിലില്ല. അവിടുത്തേക്ക് നീ ആധിപത്യം നൽകുക. അവിടുത്തെ തിരുരക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുത്ത ഏകവും പരിശുദ്ധവും കാതോലികവും അപ്പസ്തോലികവുമായ തിരുസഭയുടെ മുമ്പാകെ നീ മാറിക്കൊടുക്കുക. ദൈവത്തിൻ്റെ സർവശക്തമായ കരങ്ങളിൽ നീ അമരുക. ഞങ്ങൾ ഈശോ മിശിഹായുടെ പരിപാവനവും ഭയജനകവുമായ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നത് കേട്ട് ഭയന്ന് വിറച്ച് നീ പലായനം ചെയ്യുക. സ്വർഗദൂതഗണങ്ങളായ ബലവത്തുക്കളും നാദകൃത്യന്മാരും ഭദ്രാസനന്മാരും സവനയമേ തിരുനാമത്തോട് വിധേയത്വമുള്ളവരാണ്. ക്രോവന്മാരും സ്രഭ്യന്മാരും നിരന്തരം ഈ തിരുനാമത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ നിലവിളി അങ്ങേ പക്കലെത്തട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, ഭൂമിയെ പരിപാലിക്കുന്ന കർത്താവേ, മലാഖമാരുടെയും മുഖ്യദൂതന്മാരുടെയും പൂർവ്വപിതാക്കന്മാരുടെയും പ്രവാചകന്മാരുടെയും അപ്പസ്തോലന്മാരുടെയും വേദസാക്ഷികളുടെയും ദൈവമേ, മരണാനന്തര ജീവനും ജോലിക്ക് ശേഷം വിശ്രമവും നൽകുവാൻ ശക്തനുമായ ദൈവമേ, അങ്ങല്ലാതെ വേറെ ദൈവമില്ല, ഉണ്ടാകുവാനും സാധ്യമല്ല. എന്തെന്നാൽ അങ്ങ് ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. അങ്ങയുടെ ഭരണത്തിന് അവസാനമില്ല. ഞങ്ങൾ അങ്ങയുടെ മഹത്വപൂർണമായ തിരുസന്നിധിയിൽ വിനയപൂർവ്വം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. അങ്ങയുടെ ശക്തിയാൽ നാരകീയ രൂപികളുടെ ആധിപത്യത്തിൽ നിന്നും തന്ത്രങ്ങളിലും വ്യാജങ്ങളിലും ക്രൂരമായ വഞ്ചനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, പിശാചിന്റെ തന്ത്രങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങയുടെ സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും അങ്ങേക്ക് സേവനമനുഷ്ഠിക്കുവാൻ തിരുസഭ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സഭയുടെ എല്ലാ ശത്രുക്കളെയും തകർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. കർത്താവിൻ്റെ വലിയ സംരക്ഷണം, തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളുടെയും അതുപോലെ നമുക്കിപ്പോൾ വിടുതൽ കിട്ടിയ മേഖലകളുടെയും എല്ലാം മേൽ ഒഴുകി ഇറങ്ങുവാൻ ആഗ്രഹിച്ച് നമുക്കൊരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ്റെ സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴും യേശുവിൻ്റെ മന്ത്രങ്ങൾ തന്ത്രങ്ങൾ കത്തിപ്പോകും യേശുവിൻ്റെ ഫലിക്കയില്ല ഒരു തിന്മകളും ദൈവമക്കൾ തൻ മുൻപിൽ ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. ദൂതരുടെ സംഘം കാവലായി നിൽക്കുന്നു അണിയണിയാ. അസ്ഥിയുടെ തേയ്മാനം മൂലം പിടയിലയുടെ വേദന മൂലം കഷ്ടപ്പെടുന്ന ഒരു സഹോദരനെ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
വയറിൽ അൾസർ മൂലം കഷ്ടപ്പെടുന്ന 2 പേർക്ക് ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്കിൻ ഡിസീസ് മൂലം വർഷങ്ങളായി വേദന അനുഭവിക്കുന്ന 4 പേർക്ക് കർത്താവ് ഈ നിമിഷം വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജഡികമായ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് 9 പേർക്ക് ഈശോ പരിപൂർണമായ വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കുന്നു. ഭവനമില്ലാതെ വേദനയോടെ ദൈവസന്നിധിയിൽ കരങ്ങളുയർത്തുന്ന 3 പേർക്ക് കർത്താവ് പുതിയ ഭവനം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വീട്ടിലേക്ക് പോകാൻ ഒരു 8 അടി വീതിയിൽ വഴി വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥന ഈശോ കേട്ടിരിക്കുന്നു. വഴി ഒരുക്കി കൊടുത്ത കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ജഡികാസക്തി മൂലം കണ്ണുകളിലൂടെ പാപം കടന്നു വരുന്ന 23ഓളം വ്യക്തികൾക്ക് ആ തിന്മയുടെ മേഖലയിൽ നിന്ന് കർത്താവ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിൽ വേദനിക്കുന്ന 2 പേർക്ക് നല്ല ഉറക്കം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വിദേശത്ത് പോകാൻ ജോലി തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ നിമിഷം തൊട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വിസിറ്റിംഗ് വിസയ്ക്ക് പോയി ജോലി അന്വേഷിച്ച് കിട്ടാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ആരോ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലമായിട്ട് ഈ ആഴ്ച തന്നെ ജോലി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശക്തിയോടെ ഒരിക്കൽ കൂടി 2 കാര്യങ്ങൾ ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. ഹാല 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 ഹാല. വിളിയിലെ വിശ്വസ്തത നൽകണമേ, വിശ്വസ്തത എന്ന ദാനം നൽകണമേ, ഫലം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളുന്ന നിമിഷങ്ങളാണ്. ഹൃദയമൊരുക്കാം, ആത്മാവൊരുക്കാം, ശരീരവും മനസ്സും പൂർണ്ണമായി സന്ദർശനത്തിനായി നമ്മൾ തന്നെ സമർപ്പിക്കുകയാണ്. നിമിഷങ്ങൾ ലഭിച്ച കൃപ വ്യർത്ഥമാകാതിരിക്കാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ഈശോയെ കൊടുക്കുന്നവരാകാം. രാജാവെഴുന്നള്ളുന്നു, ചേരുന്നു തിരുവോസ്തിയിൽ ഉദാശയിൽ ജീവന്റെ നാഥനെയും തിരുവള്ളുന്നു. സ്വർഗീയ വൃന്ദങ്ങൾ അണിചേരുന്നു, സ്വസ്തിയിൽ കൂദാശയിൽ ജീവന്റെ നാഥനെയും ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും
അങ്ങേക്കാരാധന. കരങ്ങളെ കൂപ്പി പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പാവനാത്മാവേ വരൂ നീ, പാവനം ഈ വേളയിൽ. പാവനാത്മാവേ വരൂ നീ, പാവനം ഈ വേളയിൽ. പ്രാർത്ഥനായിതരായി നിൽക്കും സുതരിവരെ, അഗ്നിനാവാൽ ശക്തിയേകി അഭിഷേകം ചെയ്തിടൂ. ജീവദാതാവേ നീ വരൂ, നിറയൂ. സപ്തദാനമായി തൂകൂ കൃപാദായകനേ. ജീവനെ പുണർന്നിടാൻ നിൻ ജീവനിവരിൽ കേകിടൂ. അബലരാം ഞങ്ങളെ നിൻ ശക്തിയാൽ നിറയ്ക്കൂ. ജീവനെ ഉണർന്നിടാൻ നിൻ ജീവനിവരിൽ വേകിടൂ. അബലരാം ഞങ്ങളെ നിൻ ശക്തിയാൽ നിറയ്ക്കൂ. കൂരിരുൾ നിറയും വഴിയിൽ ദീപമായി തീരാൻ. കൂരിരുൾ നിറയും വഴിയിൽ ദീപമായി തീരാൻ. ദീപ്തപൂർണ്ണരാക്കിയവരെ ധന്യരായി മാറ്റൂ. ജീവദാതാവേ നീ വരൂ, നിറയൂ. സപ്തദാനമായി തൂകൂ കൃപാദായകനേ. അഖിലവും വിശുദ്ധമാക്കും നൽവിശേഷം മേകുവാൻ. ധരയിലെങ്ങും ദൈവരാജ്യം സ്ഥാപനം ചെയ്യാം. അഖിലവും വിശുദ്ധമാക്കും നൽവിശേഷം കേകുവാൻ.